ഈ സന്ധിയിൽ അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഒന്നിച്ചു ചിന്തിക്കുവാൻ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. He who abides in Christ must walk as he walked. അവൻ നടന്നതുപോലെ നടക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ ആഖ്യാന ശൈലിക്ക് എത്ര സൗന്ദര്യമുണ്ടെന്നറിയാം, എത്ര മനോഹരമാണെന്നറിയാം, എത്ര ആഴമുള്ളതാണെന്നറിയാം. അതൊരു പക്ഷേ സാധാരണക്കാരനും അവനും അതിൽ നിന്ന് എത്രയോ ശ്രേഷ്ഠതയും മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കും. വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ ഇന്നും ശ്രമിച്ചിട്ടും അതിൻ്റെ ആഴവും പരപ്പും മുഴുവൻ കണ്ടെത്താൻ തടഞ്ഞു കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയൊക്കെ ജോഹന്നൈൻ തിയോളജിയെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ജന്മകാലം മുഴുവൻ പഠിച്ചാലും അതിൻ്റെ ഒരു കോണ് പോലും ഒന്ന് ഇളക്കാൻ സാധിക്കില്ലെന്നാണ്. അത്ര ആഴമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ തമ്പുരാന്റെ തിരുപ്പിറവിയെക്കുറിച്ച് 1-2 പാഠങ്ങൾ എഴുതിയിട്ടും തീരുന്നില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ആഴവും വ്യാപ്തിയും പരപ്പും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഒറ്റ ലൈനിലാണ് കുറിച്ചത്. എന്താ അദ്ദേഹം കുറിച്ചത്? ആദിയിൽ വചനമുണ്ടായിരുന്നെന്നും വചനം ദൈവത്തോടു കൂടിയായിരുന്നും വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തിരുപ്പിറവിയെക്കുറിച്ച് 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഒരു ചെറിയ വാക്യം, ദ വേർഡ് ബിക്കം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. ദ വേർഡ് ബിക്കം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു. ഒറ്റ വാക്യമുള്ളൂ, പക്ഷെ അത് ഇന്നും അതിൻ്റെ വ്യാഖ്യാനം തീർന്നിട്ടില്ല. വചനം ജഡമായി തീർന്നതിൻ്റെ വ്യാഖ്യാനം തീർന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന യോഹന്നാൻ്റെ എഴുത്തിനൊരു ശൈലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒത്തിരി തമ്പുരാൻ്റെ അത്ഭുതങ്ങളുടെ വിവരണങ്ങളൊന്നും അവിടെ കൊടുക്കുന്നില്ല. തമ്പുരാൻ്റെ ബയോഗ്രഫിക് സ്കെച്ചൊന്നും അവിടെ കൊടുക്കുന്നില്ല. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തെ മുഖാമുഖം കാണാൻ ഒരു ശ്രമം നടത്തി, ഒരു പാഴ്ശ്രമമായിരുന്നോ എന്ന് സംശയമുണ്ട്. കാരണം അവിടെയൊക്കെ തപ്പിത്തടഞ്ഞിട്ടൊന്നും കണ്ടില്ല, കാണാൻ സാധിച്ചില്ല. അവസാനം എൻ്റെ പുറകുവശം മാത്രം കണ്ടു. കണ്ടിട്ട് മടങ്ങിപ്പോരുമ്പോൾ താഴ്വരയിൽ വല്ലാത്തൊരു ജനതതിയുണ്ട്. ഇവനെ ചോദ്യം ചെയ്യുന്നൊരു ജനക്കൂട്ടം. ഈ ജനക്കൂട്ടം ചോദിക്കും, ഇയാൾ ആരെയാ കണ്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കണ്ടേ? അതുകൊണ്ട് തമ്പുരാനോട് ചോദിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് പറയേണ്ട അവർ ചോദിച്ചാൽ. തമ്പുരാൻ കൊടുത്ത മറുപടി ഉണ്ട്. എന്താ പറഞ്ഞത് അവിടെ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ ഈ ആകുന്നവൻ ആരാകുന്നു എന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു സുവിശേഷകന്മാരും അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. പക്ഷെ യോഹന്നാൻ ശ്ലീഹ കൃത്യമായി ആരാണ് ഈ ദൈവം, ആരാണ് ഈ ദൈവം കൃത്യതയോടെ കോറിയിടുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിലൂടെ. അത് കൃത്യമായി 7 വാക്കുകളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത് പറയുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്. ദൈവത്തെ പരിചയപ്പെടുത്തുക, ഇതിൽ കൂടുതൽ ആർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും? ഞാൻ ജീവന്റെ അപ്പമാണ്. കഷ്ടാനുഭവത്തിന്റെ നാളിൽ ഒന്നിച്ചു ചേർന്നിരുന്നു കൊണ്ട് കരങ്ങളിൽ അപ്പമെടുത്ത് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. വീണ്ടും അവൻ ലോകത്തോടും തന്റെ ശിഷ്യന്മാരെയും ചേർത്ത് നിർത്തി പറഞ്ഞു, ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വീണ്ടും അവൻ തൻ്റെ സമശിഷ്യന്മാരോട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാണ്, ആടുകളുടെ വാതിലാണ്. ഈ വാതിലൂടെ അല്ലാതെ അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. അപ്പൊ ദൈവം സ്വർഗത്തിലേക്കുള്ള കവാടമാണ്, സ്വർഗത്തിന്റെ ഉടയവനാണ് അവിടെ സൂചിപ്പിക്കുക. വീണ്ടും പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണ്. വീണ്ടും അവൻ പറയുക, നല്ല ഇടയനാണ്. വീണ്ടും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു, ദൈവപുത്രനെ പരിചയപ്പെടുത്തുന്നു, ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. ഐ എം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ, ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു, ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു. വീണ്ടും പറഞ്ഞു, ഐ ആം ദ ട്രൂ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. തീർന്നില്ല. ഏറ്റവും അവസാനത്തെ ഒരു സൂചകമുണ്ട്. കഷ്ടാനുഭവത്തിന്റെ അനുഗ്രഹകരമായ നാളുകൾ അടുത്തപ്പോൾ തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട് ആ ഭാഗത്തിന്. എന്താ ടൈറ്റിൽ എന്ന് പറഞ്ഞത്? ഫെയർവെൽ അഡ്രസ് എന്ന ഒരു ഫെയർവെൽ അഡ്രസ്. ഈ ഫെയർവെൽ അഡ്രസ്സിന് മുമ്പ് തമ്പുരാൻ ഒരു ഫെയർവെൽ പാർട്ടി നടത്തി കേട്ടോ. തമ്പുരാൻ ഒരു ഫെയർവെൽ പാർട്ടി എവിടെ വെച്ചാ പാർട്ടി നടത്തിയെന്നറിയാമോ? വിൻസർ കാസിലായിരുന്നു. അല്ല, വിൻസർ കാസിലല്ല. തമ്പുരാൻ വലിയൊരു അന്നത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് തമ്പുരാൻ നടത്തിയത്.
ഈ 5 സ്റ്റാർ ഹോട്ടലിന്റെ പേരറിയാവോ? അതൊരു കാസിലാണ്, കൊട്ടാരമായിരുന്നു. ആരുടെ ആയിരുന്നു അറിയാം? മർക്കോസിന്റെ മാളിക എന്ന, സിയോൻ മാളിക എന്നൊക്കെ പറയും. തമ്പുരാൻ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവരോടൊപ്പം ഇരുന്നു, പാദങ്ങൾ കഴുകി, അതിനെ ചുംബിച്ചു, ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കുകയാണ്. അത്താഴമൊക്കെ കഴിഞ്ഞപ്പോൾ അരക്കാതം നടക്കണമെന്ന് തോന്നി. അത്താഴം കഴിഞ്ഞ് അരക്കാതം നടക്കണമെന്നല്ലേ? തമ്പുരാൻ അരക്കാതം നടന്ന് ദഹനത്തിന് വേണ്ടിയോ തൻ്റെ ജിംനേഷ്യത്തിൽ പോയിരുന്നുണ്ടല്ലോ നടന്നത്. തൻ സങ്കടത്തോടെ നടക്കുക. എവിടേക്കാ ലക്ഷ്യം എന്നറിയാമോ? തമ്പുരാൻ നടപ്പിന്റെ ലക്ഷ്യം എവിടേക്കാണെന്നറിയാമോ? ഗത്സമന തോട്ടത്തിലേക്കാണ്. ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്ന വഴി ഏതെന്നറിയാം? കൃത്യതയോടെയുണ്ട്. കിദ്രോൻ താഴ്വരയിലൂടെയാണ്. കിദ്രോൻ താഴ്വരയിൽ ചെന്നപ്പം മുന്തിരികളൊക്കെ പൂത്തുലഞ്ഞു കിടക്കുക. മനോഹരമായ മുന്തിരിത്തോട്ടം. തമ്പുരാൻ അതിൻ്റെ സമീപത്തേക്ക് ചെന്ന് ഒരു കനമുള്ള മുന്തിരിത്തണ്ടിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. 5-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ അധികം ഫലം പുറപ്പെടുവിക്കും. 4-ാം വാക്യത്തിൽ പറയുന്നു, അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുക, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മുടെ ലേഖനത്തിൽ സൂചിപ്പിച്ചത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ക്രിസ്തു ശിഷ്യന്മാരോട് പറയുക, പ്രത്യേകിച്ച് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, അവൻ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തുവിൽ വസിക്കുന്നവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം? ഇതാണ് ഇന്നത്തെ മുഖ്യ ചിന്ത. അതാണ് 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കുറിവാക്യമായിട്ട് ഞാൻ എടുത്ത്, ഹി ഹു അബൈഡ് ഇൻ ക്രൈസ്റ്റ് മസ്റ്റ് വാക്ക് ആസ് ഹി വാക്ക്ഡ്. അവൻ നടന്നതുപോലെ നടക്കണം. ഇവിടെയാണ് 2023 അനുഗ്രഹത്തോടെ പ്രതീക്ഷയോടെ യാത്രയ്ക്ക് ആരംഭിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള വലിയ ചാലഞ്ച് അതാണ്, വലിയ വെല്ലുവിളി അതാണ്. ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? എൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ഈ ശബ്ദ പരിധിയിൽ അനേക ആളുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ സ്വയം ചോദിക്കണം, ഞാൻ ദൈവത്തിൽ വസിക്കുന്ന ആളാണോ? എൻ്റെ യേശുവിൽ വസിക്കുന്ന ആളാണോ? ചോദിക്കുക. അധ്യാപകർ എന്ന നിലയിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, ക്രിസ്തുവിൽ വസിക്കുന്നവരാണോ ഞാൻ നിങ്ങളും? എന്നായി വസിക്കാൻ തീരുമാനമെടുത്തത്? വിശുദ്ധ മാമോദീസായിലൂടെ. 56 കഴിഞ്ഞപ്പോൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ബലിപീഠത്തിന്റെ മുമ്പിൽ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ചേർത്ത് ഇന്ന് ഓർക്കുന്നുണ്ട് അനുഗ്രഹം. പ്രത്യേകിച്ച് യേശുദമ്പുരാനെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ട് ഒരമ്മയും അപ്പനും വന്നു. ഒരു വല്യപ്പൻ വന്ന് ഈ കുഞ്ഞിനെ കൈത്തണ്ടിലേന്തി ആ വല്യപ്പന്റെ ഓർമ്മ ഇന്ന് നടത്തി. ആരായിരുന്നു വല്യപ്പൻ എന്നറിയാം? പേരറിയാം? ശമയോൻ. തമ്പുരാന്റെ ദേവാലയ പ്രവേശനത്തെങ്കിൽ യെരൂശലേം ദേവാലയത്തിന്റെ നടയിൽ കാത്തിരുന്ന 2 പേരുണ്ടായിരുന്നു. ഒന്ന് ശമയോൻ, മറ്റൊന്ന് പ്രവാചകിയ അന്ന. കയ്യിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതുപോലെ അപ്പനും അമ്മയും ഒക്കെ വെള്ളത്തുണിയിൽ ചേർത്ത് പിടിച്ച് ബലിപീഠത്തിന് മുമ്പിൽ വന്ന് കുഞ്ഞിന്റെ മുഖം പടിഞ്ഞാട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടം കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയാന്ന് പറഞ്ഞു. തടുത്തോട്ടമ്മ എന്താ പറഞ്ഞത്? സാത്താനെ ഞാൻ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടുണ്ടോന്നൊരു സംശയം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോ ഒരു മടി ഇല്ലേ? വലം കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുഖം കിഴക്കോട്ട് ചേർത്ത് കാണിച്ചുകൊണ്ട് തലത്തൊട്ട് അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. തമ്പുരാനെ സ്വീകരിച്ചു പോയിട്ടുള്ള ആളുകളാ. തീർന്നോ? മുറോൻ കയ്യിലെടുത്തുകൊണ്ട് പ്രധാന പുരോഹിതൻ പ്രാർത്ഥിച്ചു, മശിഹായുടെ പരിമള വാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും വിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മുറോനാൽ, മത്തായി അല്ലെ മറിയ, മുദ്രവെച്ചപ്പെടുക. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ തീർന്നില്ല. പഞ്ചേന്ദ്രിയങ്ങളെ മുദ്രയിടുകയാണ്. ശരീരം ആസകലം അഭിഷേകം ചെയ്യുകയാണ്. തമ്പുരാന്റെ മന്ദിരമാക്കി തീർത്തതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. നീ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണിത്. നമുക്ക് ആ ബോധ്യമുണ്ട്, എൻ്റെ തമ്പുരാൻ വസിക്കുന്ന ഇടമാണിത്. ഞാൻ തമ്പുരാനിലാണ് വസിക്കുന്നത്. അവൻ വസിക്കുന്ന ഇടമാണ്, മന്ദിരമാണ്, മുറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ആ കൗദാശിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ദൈവവൈതലേ, ഈ സന്ധ്യയിൽ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇതാ. എങ്ങനെ നാം നടക്കേണ്ടത്? ആരാണ്? അവൻ നടന്നതുപോലെ. ആര് നടന്നതുപോലെ? എൻ്റെ യേശു നടന്നതുപോലെ ഞാൻ നടക്കുന്നുണ്ടോ? ഇവിടെയാണ് 2023 പ്രാരംഭ ദിനങ്ങളിൽ 1-ാം മാസം പിന്നീട് 2-ാം മാസത്തിൽ കടക്കുമ്പോൾ
സ്വയം ഒന്ന് ചോദിക്കണം, അവൻ നടന്നതുപോലെയാണോ ഞാൻ നടക്കുന്നത്? അവൻ്റെ വഴിത്താരയിലൂടെയാണോ ഞാൻ നടക്കുന്നത്? അവൻ എവിടെയാണ് നടന്നത്? യേശു നടത്തം തുടങ്ങിയത് എവിടുന്നാണെന്നറിയാം? കുഴിമറ്റത്തു നിന്നാണോ തുടങ്ങിയത്? അല്ല. ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് നമ്മൾ വീടുകളിൽ ചെന്നൊക്കെ പറഞ്ഞു യേശു ജനിച്ചെന്ന്. എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമിലാണ് നടത്തം തുടങ്ങിയത്. അവൻ്റെ നടത്തം തുടങ്ങിയത് ബേത്ലഹേമിൽ നിന്നാണ്. എന്താ ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം? സുറിയാനി പണ്ഡിതൻ്റെ മുമ്പിലായിരിക്കുന്നത്. സുറിയാനി പ്രൊഫസറായിരുന്നു ഇല്ലേ, നാഗ്പൂർ സെമിനാരിയുടെയൊക്കെ. ബൈത്തോ ദുലഹുമോ, അപ്പത്തിൻ്റെ വീടാണ്. അപ്പത്തിൻ്റെ വീടാണ്. അപ്പം ആരാധനയുടെ പ്രതീകമാണ്. അപ്പത്തിൻ്റെ വീടാണ്, ആരാധനയാണത്. അവിടെ മുഴുവൻ ആരാധനയായിരുന്നു. തമ്പുരാന്റെ തിരുപ്പിറവിയെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, വലിയ വാനവ വൃന്ദം ഇറങ്ങി വന്ന് പാടി. എന്താ പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അവിടെ പാട്ടാണ്. ആ പാട്ടുകൾ കൂടെ ചെന്നവരെല്ലാം പാടി. ചെന്ന് ആട്ടിടയന്മാർ അതിന്റെ വൈരടികൾ ഏറ്റുപാടാൻ തുടങ്ങി. എത്ര ആരാധനയുടെ ഇടമായി തീരുക ബേത്ലഹേം. തീർന്നോ? കിഴക്ക് ചില വിദ്വാൻമാർ വന്നു. അവർ വന്ന് നമ്മളെയൊക്കെ ചില ആളുകൾ പള്ളിയിൽ നിൽക്കുന്ന പോലെ കയ്യും കെട്ടി വലിയ ജാടയിൽ ഗമയിലില്ലേ. എന്ത് ധാർഷ്ട്യത്തോടെയാണ് തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ വലിയ വിദ്വാൻമാർ, ശാസ്ത്രജ്ഞന്മാർ. അവരങ്ങനെയാണോ നിന്നേ? അല്ല. അവരെങ്ങനെയാ നിന്നാ വേദോസ്തി പറയുന്നത്? അവരുടെ നിക്ഷേപപാത്രങ്ങളെ തുറന്നു സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് തമ്പുരാന്റെ മുമ്പിൽ. സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് തമ്പുരാന്റെ മുമ്പിൽ. സകലവും സമർപ്പിക്കുകയാണ്. അവിടെ വലിയ ആരാധന നടക്കുക. അപ്പൊ ബേത്ലഹേമിലുടനീളം എന്താ നടക്കുന്നത്? ആരാധന നടക്കുക. ആരാധനയുടെ ഇടമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അടിവരയിടുകയാണ്. ഒന്നാമത്തെ ചിന്ത, അവന്റെ നടപ്പാതയ്ക്ക് ഒരു പേര് കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദ വേ ഓഫ് വർഷിപ്പിംഗ്, ദ വേ ഓഫ് അഡോറിംഗ്. വർഷിപ്പ്, ആരാധനയുടെ വഴി. ഇവിടെ പ്രസക്തമായ ചോദ്യം എന്നോടും നിങ്ങളോടും സ്വയം ആത്മശോധന ചെയ്താട്ട്, ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് ആരാധനയുടെ വഴിയിലൂടെയാണോ? നാം സഞ്ചരിക്കുന്നത് ആരാധനയുടെ വഴിയിലൂടെയാണോ? ആരാധന അന്യം നിന്നു പോകുന്നൊരു സമൂഹം, ആരാധന അന്യം നിന്നു പോകുന്ന ഒരു കെട്ടകാലമാണ്. ഒരുപക്ഷെ ഇത്ര വലിയ ഇടവകയിൽ എത്രയോ ആളുകൾ ഇതിനകത്തേക്ക് കടന്നു വരാമായിരിക്കേ. ഇന്ന് ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഞങ്ങൾ പലയിടത്തും പോകുന്നതാ. ആരാധനയിൽ ആളുകൾ ഇല്ലിന്ന്. വലിയ വലിയ ആരാധനയുടെ ആലയങ്ങൾ ഇന്ന് ശൂന്യമായി കൊണ്ടിരിക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചത് ഇന്ന് സത്യമായി കൊണ്ടിരിക്കുക. ആരാധന ആലയങ്ങൾ ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ ഇത്ര കണ്ട് ആരാധനയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം വല്ലാത്തൊരു കെട്ടകാലത്തൂടെ അതിന് വിരാമം വിട്ടു എന്നൊക്കെയാണ് കരുതുന്നത്. എങ്കിലും നമ്മുടെയൊക്കെ ആരാധനയുള്ള സമീപനം, ആരാധനയുള്ള നമ്മുടെയൊക്കെ ആത്മീയ ശൈലി ശാന്തമായി ആത്മശോധന ചെയ്യേണ്ട കൊണ്ടുവിടെയാകുമോ? നാം സഞ്ചരിക്കേണ്ടത് ആരാധനയുടെ വഴിയിലൂടെയാണ്. ആരാധനയെ പ്രണയിച്ച പിതാക്കന്മാരുടെ പൈതൃകമാ പൗരസ്ത്യ സഭകൾക്കുള്ളത്. പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ അനുഗ്രഹീത ചരിത്രം പരിശോധിച്ചാൽ ഇത്ര കണ്ട് ആരാധനയെ പ്രണയിച്ച യാമങ്ങളുടെ കാവൽക്കാരെന്നാണ് പരിമലത്തിരുമേനെയും പാമ്പാടി തിരുമേനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. യാമങ്ങളുടെ കാവൽക്കാരായിരുന്നു. യാമം തോറും നോക്കി നിൽക്കുക യാമത്തിന് വേണ്ടി. ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ ഇതിനൊന്ന് ഒഴിവാക്കാമില്ലേ. ആരാധനയുടെ ദൈർഘ്യം കുറയ്ക്കണം, ഇതാ നമ്മുടെയൊക്കെ ലക്ഷ്യം. ഈ കഴിഞ്ഞ മനോഹരമായ ഒരു മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പോലും വളരെ ചെറുപ്പക്കാരൻ സമ്മർദ്ദത്തിന് വഴങ്ങി ചോദിച്ചൊരു ചോദ്യമാ, ഇനിയുള്ള കാലത്തൊക്കെ ഈ ആരാധനയ്ക്ക് ഇത്ര ദൈർഘ്യമായാൽ ആളുകൾ അകന്നു പോകില്ലേ, അവരെ ചേർത്ത് നിർത്താൻ ഇതെങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, സമ്മർദ്ദം മാത്രമാണ് വരിക. അതുകൊണ്ട് ചോദിച്ചു പോകുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ നിലയിൽ ചിന്തിക്കുന്ന, രാവിലെ ഞായറാഴ്ച ആരാധനയ്ക്ക് പള്ളിയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കാതോർക്കും പള്ളിയിലെ ശുശ്രൂഷയ്ക്ക്, ഇതുവരെ നമസ്കാരം തീർന്നില്ലയോ, അച്ഛൻ താമസിച്ചാണോ വന്നത്? നമസ്കാരം തീർന്നില്ലെങ്കിൽ എന്തൊരു ദണ്ഡമാത്രം ഇങ്ങോട്ട് കയറി വരാൻ. പലപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവം അതാണ്. ആരാധനയിൽ നിന്ന് അന്യമായി പോകുന്നൊരു സമൂഹം, ആരാധനയെ പ്രണയിച്ചൊരു പിതാക്കന്മാരുടെ ആ നൂതന സമൂഹത്തും അല്ലെങ്കിൽ പിൻതലമുറക്കാർ ആരാധനയോട് വല്ലാത്ത ചതുർത്ഥി പാലിക്കുന്നൊരു സമൂഹം. ഇവിടെയാണ് ഈ ചിന്ത, ക്രിസ്തുവിന്റെ പാത, ക്രിസ്തു കാണിച്ച ധന്യമായ ആരാധനയുടെ വഴിത്താരയിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും നാം അന്യമായി പോകുന്നു. നമുക്കൊന്നും മടങ്ങി വരാൻ സാധിക്കുമോ? നമുക്കൊന്നും മടങ്ങി വരാൻ സാധിക്കുമോ? ആരാധനയുടെ വഴിത്താര എങ്ങനെയുള്ളതാണ് നമുക്കറിയാം. ഈ വിദ്വാൻമാരുടെ സഞ്ചാരപാതയൊന്ന് പരിശോധിച്ചാൽ അറിയാം. അവർ ആരാധനയുടെ പാതയിൽ അവർ സഞ്ചാരം തുടങ്ങിയപ്പോൾ ആരെ കണ്ടോണ്ട്? ഒരു നാവിഗേഷനൊക്കെ വെച്ചോണ്ടാ.
ഇല്ലേ? ഇനിയും പുതിയ നാവിഗേഷൻ സിസ്റ്റം വരുന്നു, ഇങ്ങോട്ട് വന്നില്ലെന്നുള്ളതേ ഉള്ളൂ. വളരെ വിഷ്വൽ. അത് ChatGPT ഒക്കെ വരുന്ന കാലമായി. ഇനി ഒത്തിരി അഡ്വാൻസ്മെൻ്റ് ആണ്. ഇപ്പം ഞാൻ പന്തളത്തുനിന്ന് ഇറങ്ങുന്ന ഉടനെ കുഴിമറ്റം പള്ളി എൻ്റെ മുമ്പിൽ കാണിക്കുക ഇങ്ങോട്ട് വരുമ്പം. എത്ര മനോഹരമാണ്. അപ്പോൾ എനിക്ക് ലക്ഷ്യത്തെക്കുറിച്ചൊന്നും ആശങ്ക വേണ്ട. ധൈര്യമായിട്ട് ഞാൻ ചെല്ലുന്ന ഇടങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു ദൃശ്യഭംഗി പോലെ വിവരിച്ച് കാട്ടുക. വലിയ കാലതാമസം കൂടാതെ വരാൻ പോകുന്നതാണ്. ഇപ്പോഴും GPS ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടിരിക്കുന്നത് ചെല്ലുമ്പോഴേ അറിയുള്ളൂ. ഇതല്ല, കൃത്യതയോടെ. ഇവിടെ ഒരു GPS കണ്ടോണ്ട. ഏത് GPS-ൻ്റെ പേരറിയാമോ? വിദ്വാൻമാർ ഉപയോഗിച്ച GPS-ൻ്റെ പേരറിയാമോ? അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര്. നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് യാത്ര തുടങ്ങിയത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യത്യാസം വന്നു. കുറേ യാത്ര അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ബുദ്ധി, യുക്തി ഇപ്പോഴത്തെ വലിയ പ്രശ്നമാണ്. പാശ്ചാത്യ ലോകത്തിൻ്റെ വലിയ പ്രശ്നമാണ്. യുക്തി വേണം എല്ലാത്തിനും, യുക്തിഭദ്രമാവണം എല്ലാം. ആരാധനയുടെ ആലങ്കാരികതയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് യുക്തിഭദ്രമാവണം. ചെറുപ്പക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വെസ്റ്റേൺ രാജ്യത്തെ ആളുകൾ ഇപ്പം നമ്മുടെ പിള്ളേരുടെ പ്രശ്നമായത്. നമ്മുടെ ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആരാധനയും വിശ്വാസവും ഒക്കെ യുക്തിഭദ്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരാധന യുക്തിയുടെ മെഷറിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ സാധിക്കില്ല. ഭക്തിയുടെ തലത്തിലേക്ക് വരണം. അവർ യുക്തിയുടെയും ബുദ്ധിക്കും വഴിമാറിക്കൊടുത്തു. ഭക്തി ബുദ്ധിക്ക് വഴിമാറിക്കൊടുത്തു. എവിടെ കൊണ്ടെത്തിച്ചെന്നറിയാമോ? ഈ നക്ഷത്രത്തിന്റെ നാവിഗേഷൻ സിസ്റ്റം അങ്ങ് ഉപേക്ഷിച്ചു. യുക്തിയുടെ നാവിഗേഷനിലും ബുദ്ധിയുടെ നാവിഗേഷനിലേക്ക് പോയി. അവരെവിടെ കൊണ്ടെത്തിച്ചെന്നറിയാമോ? ഹെറോദാവിന്റെ കൊട്ടാരത്തിൽ പരിണിത ഫലം എന്താണെന്നറിയാം? 10,000 കുരുന്നുകൾ കുരുതി കഴിക്കപ്പെടാൻ ഇടയായത് ഭക്തി ബുദ്ധിക്ക് വഴിമാറിക്കൊടുത്തോണ്ടാ. എന്റെ ദൈവപ്പൈതലേ, ഭക്തി എവിടെ ബുദ്ധിക്ക് വഴിമാറുന്നുവോ ദുരന്തമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഭക്തി ബുദ്ധിക്ക് വഴിമാറുന്നിടത്തെല്ലാം ദുരന്തമാസന്നമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ആരാധനയുടെ വഴി യുക്തിയുടെ വഴിയല്ല. ആരാധനയുടെ വഴി അത് ബുദ്ധിയുടെ വഴിയല്ല. ആരാധനയുടെ വഴി എന്തിൻ്റെ വഴിയാണെന്നാ പറഞ്ഞത്? ഭക്തിയുടെ വഴിയാ. ഈ പിതാക്കന്മാർ സഞ്ചരിച്ച വഴി അതാണ്. ഇവിടെയും നാം കാണുന്നുണ്ട്. ഇന്നത്തെ വിശേഷം അതായിരുന്നു. തമ്പുരാന്റെ ദേവാലയ പ്രവേശനത്തിങ്കൽ യുക്തിയിൽ ചിന്തിച്ചു ആരാ? ശമയോൻ. യുക്തി ചിന്തിച്ചപ്പോഴാണ് ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല. അത് യുക്തി കൊണ്ടുവന്നു. ഇതെങ്ങനെ സാധിക്കും? മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്നെ വിടാൻ പോകുന്നില്ല ഇങ്ങോട്ട്, നിന്നെ ഇപ്പം തിരിച്ചു വിടാൻ പോകുന്നില്ല. നിന്നെ തിരിച്ചു വിടുന്ന എപ്പോഴാണെന്നറിയോ? ഇത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഉള്ളൂ, നിന്റെ കണ്ണുകൊണ്ട് കാണിച്ചിട്ടേ ഉള്ളൂ. ആലയത്തിന്റെ നടുത്തളത്തിൽ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആ വൃദ്ധൻ പറഞ്ഞത് അങ്ങനെയാ, അടിയനെ സമാധാനത്തോടെ അയച്ചാട്ടെ, നിന്റെ ആ വലിയ മഹത്വം എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ മടക്കി അയക്കുന്നിടം. ഒരിക്കലും യുക്തിയുടെ വഴിയോ ബുദ്ധിയുടെ വഴിയല്ല, ഭക്തിയുടെ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ആരാധനയ്ക്ക് സഞ്ചരിക്കേണ്ടത് ഭക്തിയുടെ വഴിയായിരിക്കണം. ഇന്നൊരു ബർസോമയുടെ ഓർമ്മയാണ്. ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥനയിൽ ഒരുപോലെയും ബർസോമ എന്ന് ചൊല്ലുന്നത് കേട്ടുണ്ടാ വന്നത്. ആരായി ബർസോമ? ആരാധനയെ പ്രണയിച്ചൊരു മനുഷ്യൻ. പേരിന്റെ അർത്ഥം തന്നെ ബർസൗമോ. സൗമോ എന്ന് പറഞ്ഞാൽ നോമ്പെന്ന, ബർ പുത്രൻ, സൗമിന്റെ പുത്രൻ. ആരാധനയെ പ്രണയിച്ച. ഇന്ന് 3 നോമ്പായിട്ട് എത്ര പേര് വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് കലമുടച്ചു പോയിട്ടുള്ള ആളുകളുണ്ടല്ലേ? കൃത്യതയോടെ 3 ദിവസം നോക്കി അതിന്റെ പൂർത്തീകരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതൊക്കെ ആത്മശോധനയുടെ വിഷയമാണ്. അതെ, ആരാധനയെ പ്രണയിച്ച ഒരു ആധ്യാത്മിക പൈതൃകമുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. നമ്മുടെ പിതാക്കന്മാർ ആരാധനയെ പ്രണയിച്ച പിതാക്കന്മാരാ. നമുക്ക് ഭക്തിയുടെ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കുമോ? ഈ ഭക്തിയുടെ വഴിയിൽ ചില അടയാളങ്ങളുണ്ട്. എന്താ അടയാളം എന്നറിയാം? ബേത്ലഹേമിൽ തന്നെ കാണാൻ സാധിക്കുക അടയാളങ്ങൾ. കാരണം ഈ ശിശു ജനിച്ചപ്പോൾ അവർക്കൊരു അടയാളം കൊടുക്കുന്നുണ്ട്. എന്താ അടയാളം കൊടുത്തത്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ യു വിൽ സീ എ ചൈൽഡ് wrapped in swaddling clothes. നിങ്ങളൊരു ശിശുവിനെ കാണും. ആ ശിശുവിനെ അടയാളമാണ്. എന്താ ശിശുവിന്റെ പ്രത്യേകത? ദിസ് ചൈൽഡ് ഈസ് കെപ്റ്റ് ഇൻ manger. അവനെ പുൽക്കൂട്ടിലാണ് കടത്തിയിരിക്കുന്നത്. and he is wrapped in swaddling clothes. കിറ്റുശീല കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുക. നടുവിലൊരു ശിശു. ഇത് മനോഹരമായ പ്രതീകം. ഭക്തിയുടെ വഴിയിലെ അനുഗ്രഹീതമായ പ്രതീകങ്ങളാണിത്. നാം ആത്മശോധന ചെയ്യണം. ഞാനും നിങ്ങളും ആ പ്രതീകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്തിയുടെ വഴിയാണോ സഞ്ചരിക്കുന്നത്? എന്താ പ്രതീകം കാട്ടുന്നത്? ഈ ഒരു കുഞ്ഞിനെ നോക്കി ചിരിച്ചാൽ കുഞ്ഞ് കണ്ണുരുട്ടി കാണിക്കുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? കുഞ്ഞ് ചിരിക്കും. അമ്മ കരയുന്നത് കാണുമ്പോൾ കരഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ.
കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. ഒരാൾ കരയുകയാണെങ്കിൽ ആ കുഞ്ഞിനും വേദന വരും, ചിരിക്കുകയാണെങ്കിൽ ചിരിക്കും. കാരണം അത് ഇന്നസെൻ്റാണ്. നമ്മളൊക്കെ ചിരിക്കുകയാണെങ്കിലും അകത്തെ പല്ല് ഞെറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടത് ഞറുമിക്കൊണ്ടാണ് നമ്മളൊക്കെ ചിരിക്കുന്നത്. നമുക്കൊക്കെ എന്തൊരു വല്ല ഡ്യുവലിസം ഭയങ്കരമായിട്ടാണ്. കാട്ടുന്നതൊന്നും ഉള്ളിലിരിപ്പൊന്നും തമ്പുരാൻ മാത്രമല്ലേ അറിയുള്ളൂ, ഉള്ളിരിപ്പൊക്കെ. അപ്പൊ അവിടെ അതല്ല, ശിശു ഇന്നസെന്റ്, ആരാധനയുടെ വഴിത്താരെ സഞ്ചരിക്കുന്നവൻ നിഷ്കളങ്കതയുടെ പ്രതീകമാകാൻ സാധിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ കോവിഡ് കാലത്തല്ല മുഖംമൂടി വെച്ചത്. വാസ്തവത്തിൽ ഈ മാസ്ക് വെച്ചത് എത്രയോ കാലങ്ങളായി മാസ്ക് വെച്ചോണ്ട് നടക്കുന്നത്, എത്രയോ നാളായി ഈ മുഖംമൂടി വെച്ചോണ്ട് നടക്കുന്നത്. പള്ളിയിൽ വയ്ക്കുമ്പോൾ ഒരു മുഖംമൂടി, വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ഒരു മുഖംമൂടി, ജോലിയിൽ മറ്റൊരു മുഖംമൂടി. കാരണം അച്ഛന്മാർ ചോദിക്കുന്നത്, അച്ഛാ അവനെ പള്ളി വെച്ചല്ലേ കണ്ടിട്ടുള്ളൂ, അച്ഛൻ അവൻ്റെ നല്ല നടപ്പൊക്കെ ചോദിച്ചറിയണം. അവളെ അച്ഛൻ പള്ളി വരുമ്പോഴല്ലേ കണ്ടിട്ടുള്ളൂ. അച്ഛാ ഇത് എന്തൊരു സഹിക്കുമെന്ന് ഞാനായിട്ടാ ഇത്രയൊക്കെ സഹിക്കുന്നില്ലേ. ചിലരൊക്കെ പറയുന്ന പറച്ചിലാണ്. കുഴിമറ്റംകാരല്ല, ഞങ്ങൾ തെക്കരാണല്ലോ, അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുഖമൂടി വെച്ചുകൊണ്ടാണ് ആരാധനയുടെ ഇടത്തേക്ക് വരുമ്പോൾ ഒരു സൈഡ് മുഴുവൻ പരുമല തിരുമേനിമാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, പാമ്പാടി തിരുമേനിയുടെ കാലത്ത് ജീവിച്ച അവരെയൊക്കെ വിശുദ്ധരാണെന്നുള്ള തോന്നില്ല. ഇവിടെ ഇരിക്കുന്നതോ കന്യാമറിയാമിൻ്റെ കാലത്താണെങ്കിൽ തമ്പുരാൻ ആരെയും തരേണ്ടി വരില്ലായിരുന്നു എന്നുള്ള ബോധ്യത്തിലിരിക്കുന്ന ആളുകളാണ്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും വല്ലാത്ത മുഖംമൂടികൾ വെച്ചുകൊണ്ട് നിഷ്കളങ്കതയുടെ ഒരു പച്ച മനുഷ്യനായി തീരാൻ സാധിക്കുമോ? എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? ജീവിത പങ്കാളിയുടെ മുമ്പിൽ വിശ്വസ്തരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നോ? എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ എൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സങ്കീർത്തനക്കാരൻ 139 അധ്യായത്തിൽ പറയുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിൻ തുമ്പിലില്ല. അതെ, അങ്ങനെ അറിയുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിൽ വേഷം കെട്ട ആവശ്യമുണ്ടോ? ഈ മുഖംമൂടി ഒന്ന് പിച്ച് ചിന്തി ഒരു പച്ചയായ മനുഷ്യനായി തീരാൻ ജീവിക്കാൻ സാധിക്കുമോ? ഒരു വലിയ വെല്ലുവിളി അതാണ് നമ്മുടെ മുമ്പിൽ. ആരാധനയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിൽ വസിക്കുന്ന ഒരു പൈതൽ പ്രതിജ്ഞ എടുത്തെങ്കിൽ നാം സഞ്ചരിക്കേണ്ടത് നിഷ്കളങ്കതയുടെ മാർഗത്തിലായി തീരാൻ നിഷ്കളങ്കതയുടെ വഴിത്താരയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ? വീണ്ടും അവിടെ പറയുന്നു, അവനെ പുൽത്തൊഴുത്ത് എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ, പ്രത്യേകിച്ച് ഭാരതീയ പാരമ്പര്യത്തിൽ അത് ഒരു വിശുദ്ധിയുടെ, ചാണകം തളിക്കുക എന്നൊക്കെ പറയുന്ന വിശുദ്ധിയുടെ, ഞാനത് പ്രതീകമായിട്ട് എടുക്കുക, അടർത്തിയെടുക്കുക. അങ്ങനെയെങ്കിൽ ആരാധനയുടെ വഴി വിശുദ്ധിയുടെ വഴിയാണ്. ആരാധനയുടെ വഴി വിശുദ്ധി, നിന്റെ ഭക്തിയുടെ വഴി വിശുദ്ധിയുടെ വഴിയാവണം. ആരാധന ആത്മീയ അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ വിശുദ്ധിയുടെ പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ ശുദ്ധ മനസാക്ഷിയോടെ തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ, ആത്മശരീര ദേഹികളുടെ ശുദ്ധിയോടെ കടന്നു വരാൻ സാധിക്കുമോ? നാളെ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് കത്തിച്ച മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ വിശുദ്ധിയോടെയാണ് ഈ പെരുന്നാളിൽ കടന്നു വരുന്നത്. ഒരു സത്യകുംഭസാരം നടത്തിക്കൊണ്ട് ആത്മശരീര ദേഹിയുടെ വിശുദ്ധിയോടെ തിരുശക്തങ്ങൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമോ ഈ പെരുന്നാളിൽ? വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ കുംഭസാരം എന്ന കൂദാശ അന്യം നിന്നു പോകുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കൂദാശയായിട്ട് തീർന്നിരിക്കുക. ഞാൻ കൈപോക്കാൻ ആഘോഷപ്പെടുന്നില്ല. കോവിഡിന് ശേഷം ഒരു സത്യകുംഭസാരം നടത്തി എത്ര ആളുകൾ എൻ്റെ മുമ്പിലുണ്ടാവും? കുംഭസാരം അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക. വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി തെറ്റ് ചെയ്തു പോയെന്ന് പറയാൻ സാധിക്കും നമുക്ക്. വിശുദ്ധിയോടെ പാപമോചനം വാങ്ങിച്ചുകൊണ്ട് വിശുദ്ധമായ പെരുന്നാളിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുമോ? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ. വിശുദ്ധിയുടെ വഴിത്താരയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ആരാധനയുടെ വഴി വിശുദ്ധിയുടെ വഴിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? തമ്പുരാൻ സഞ്ചരിച്ചത് ഈ വിശുദ്ധിയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകുമെന്ന് പറയുന്നത് പോലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ പറയുന്നു, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നിങ്ങൾ സമ്പൂർണ്ണരാവണം. എങ്ങനെ? സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണരായിരിക്കുന്നത് പോലെ. ആ പൂർണ്ണതയിലേക്ക് വളരുവാനുള്ള, വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ആഹ്വാനമായത്. ഒരുപക്ഷെ നമുക്കറിയാം, വിശുദ്ധിയില്ലാതെ തിരുശക്തികൾ പോലും വഹിക്കുവാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കുവാൻ കടന്നു പോകുന്ന ഒരു തലമുറയുടെ വക്താക്കളായിട്ട് ഞാനും നിങ്ങളുമൊക്കെ തീരുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരിടമുണ്ട്. 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. അല്ലാഞ്ഞാൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്താന്നാ പറയുന്നത്? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യാം.
പിന്നീടുള്ള വാക്യം വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് വിശദാംശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ശിക്ഷാവിധി. കാരണം തന്നെത്താൻ വി നീഡ് എ സെൽഫ് എക്സാമിനേഷൻ ബിഫോർ റിസീവിംഗ് ദ ഹോളി കമ്മ്യൂണിയൻ. വിശുദ്ധ ബലി അനുഭവിക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധന അനിവാര്യമാണ്. ഭക്തിയുടെ വഴി അത് വിശുദ്ധിയുടെ വഴിയാണ്. ഭക്തിയുടെ വഴി നിഷ്കളങ്കതയുടെ വഴിയാണ്. ആരാധനയുടെ വഴി അത് ഭക്തിയുടെ മാർഗമാണ്. ഇന്ന് ഭക്തി അന്യം നിന്ന് പോകുകയാണ്. ഇന്ന് ആഘോഷങ്ങളുണ്ട്, അനുഭവങ്ങളില്ല. ആഘോഷങ്ങളുണ്ട്, അനുഭവങ്ങളില്ല. നമുക്ക് അനുഭവമായിട്ട് തീരട്ടെ. വിശുദ്ധിയുടെ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? വിസ്താര ഭയത്താൽ എൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ആര് നടന്നതുപോലെ നടക്കണം? അവൻ നടന്നതുപോലെ നടക്കണം. ആര്? എൻ്റെ യേശു നടന്ന്. യേശു നടന്ന വഴി ഏതാണെന്നാണ് പറഞ്ഞത്? ആരാധനയുടെ വഴിയാ. ആരാധനയുടെ വഴി എങ്ങനെയുള്ളതാവണം? അത് ഭക്തിയുടെ വഴിയാവണം. ഭക്തിയുടെ വഴിക്ക് 2 സൂചകങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? നിഷ്കളങ്കതയുടെ മാർഗം, 2 വിശുദ്ധിയുടെ മാർഗം. വീണ്ടും നമുക്ക് മുമ്പോട്ട് യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. യേശു പിന്നീട് യാത്ര തുടരുകയാണ്. എങ്ങോട്ടാ തുടർന്നെന്നറിയാം? ഒരു വലിയ യാത്രയാണ് യേശു തമ്പുരാൻ. ആ യാത്രയുടെ പ്രകടമായ ആരംഭം തുടങ്ങുന്നത് കാനായിൽ തുടങ്ങുകയാണ്. കാൽവറിയിലേക്ക് വിന്യസിക്കുന്നൊരു യാത്രയാണ്. ഈ അടുത്ത കാലത്ത് കന്യാകുമാരി തുടങ്ങി കാശ്മീരിൽ കൊണ്ട് അവസാനിപ്പിച്ചൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയുടെ പേരെന്തായിരുന്നു? ജോഡോ യാത്രയില്ലേ? ആരായിരുന്നു ജോഡോ യാത്രയുടെ മുമ്പിൽ നടന്ന്? ആരായിരുന്നു? രാഹുൽ ഗാന്ധി ആയിരുന്നില്ലേ? മഞ്ഞുവാരി കളിക്കുന്നതൊക്കെ കണ്ടില്ലേ? നമുക്ക് പാർട്ടിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല. തമ്പുരാനൊരു ജോഡോ യാത്ര നടത്തി. അവിടെ കാനായിൽ തുടങ്ങി കാൽവറി വരെ നീണ്ടു നിൽക്കുന്നൊരു ജോഡോ യാത്ര തമ്പുരാൻ നടത്തി. പക്ഷേ എങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരുടെയും യാത്രയ്ക്ക് ഒരു അജണ്ടയുണ്ട്. ദേ ഡു ഹാവ് ആൻ ഹിഡൻ അജണ്ട. ഹിഡൻ എന്ന് ഞാൻ പറയുന്നതാ, അവർ ചിലപ്പോൾ പറയത്തില്ല ഹിഡനാണെന്ന്. അവർക്കൊരു അജണ്ടയുണ്ട്. ലോകം മുഴുവൻ നന്നാക്കാനാണ് അവരൊക്കെ യാത്ര ചെയ്യുന്നത്. അവർക്കൊക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ രാഷ്ട്രീയ ലക്ഷ്യം എങ്ങനെയുമൊക്കെ അധികാരത്തിലെത്തുക. രണ്ടാമത്തെ ലക്ഷ്യം അവരുടെ എതിരാളികളുടെ എല്ലാ മ്ലേച്ഛതകളും തിന്മകളും അധികാര ദുർവിനിയോഗവും ഒക്കെ പിച്ചി ചിന്തി അവരെ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന ഒരാളല്ല, എല്ലാവരും. എവരുടെയൊക്കെ യാത്ര എപ്പോഴാണെന്നറിയാം? ഇലക്ഷൻ അങ്ങോട്ട് അടുത്തായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇറങ്ങുക, അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ. ഇതുപോലെ നാട് നന്നാക്കാനാണോ? വഴിയാത്ര മുടക്കാനും മനുഷ്യൻ്റെ കാശ് നശിപ്പിക്കാനും കുറേ മദ്യപാനം ഒഴുക്കാനും ഒക്കെ നടക്കുക. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ യാത്ര തമ്പുരാനോടൊപ്പമാണ്. തമ്പുരാൻ്റെ യാത്ര തുടങ്ങുകയാണ്. അവന് ഹിഡൻ അജണ്ട ഒന്നുമില്ല. ഈ ഗ്രാമാന്തരങ്ങളിലൂടെ തമ്പുരാൻ നടക്കുമ്പോൾ അവന് ഹിഡൻ അജണ്ട ഒന്നുമില്ല. തമ്പുരാന്റെ യാത്ര തുടർന്നു. ആദ്യം ആരാധനയുടെ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചെങ്കിൽ രണ്ടാമത് അവൻ സഞ്ചരിക്കാൻ തിരഞ്ഞെടുത്ത പാത എന്നതറിയാം? അത് അനുതാപത്തിന്റെ വഴിയാ. അനുതാപത്തിന്റെ വഴിയാ. ദ വേ ഓഫ് റിപ്പന്റൻസ്. അനുതാപത്തിന്റെ വഴിയാ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ചിന്തിച്ചത് മുഴുവൻ അതായിരുന്നു. യോനയുടെ മാനസാന്തരം, നിനിവയുടെ മാനസാന്തരം, രാജാവിന്റെ മാനസാന്തരം, കപ്പൽ പ്രമാണിയുടെ മാനസാന്തരം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. മാനസാന്തരത്തിന്റെ വഴിയാ തമ്പുരാന്റെ സഞ്ചാരം. തമ്പുരാന് വേണ്ടിയല്ല, തമ്പുരാൻ ഇടപെടുന്നവരെ എല്ലാം മാനസാന്തരപ്പെടുത്താൻ, തമ്പുരാൻ ഇടപെടുന്ന ഓരോ വ്യക്തിയും രൂപാന്തരപ്പെടുത്തുവാൻ തമ്പുരാൻ സഞ്ചരിച്ച പാത മാനസാന്തരത്തിന്റെ വഴി. അത് വേ ഓഫ് റിപ്പന്റൻസ്. നമുക്ക് മാനസാന്തരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ? തമ്പുരാൻ ഇടപെട്ട വ്യക്തികളെ ഒന്ന് നോക്കിക്കേ. ഓരോ വ്യക്തികളെയും തമ്പുരാൻ ഇടപെടുമ്പോൾ അവിടെ എല്ലാം തൻ മാനസാന്തരമാണ്. ഒരുപക്ഷെ ജോഡോ യാത്രയുടെ ഒക്കെ 10 മടങ്ങ് ആളുകൾ മണ്ണ് നുള്ളിയിട്ട താഴെ വീഴാത്തതുപോലെ ഒരു വലിയ ജനാവലി ഒന്നിച്ച് തമ്പുരാനോടൊപ്പം നടന്നു. എവിടെ ചെന്നപ്പോഴാണെന്നറിയാം? എവിടെ വെച്ചെന്നറിയാം? എറിഹോ നഗരത്തിൽ വെച്ച്. എറിഹോ പട്ടണം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. തമ്പുരാന് മുമ്പോട്ട് 1 ഇഞ്ച് നീങ്ങാൻ പറ്റുന്നില്ല. ആൾക്കൂട്ടത്തെ കാണുമ്പോൾ പലപ്പോഴും മതനേതാക്കൾക്ക് പോലും ലക്ഷ്യവും ദൗത്യമൊക്കെ മറക്കാറുണ്ട്. തമ്പുരാൻ്റെ ദൗത്യം മറന്നില്ല. തൻ്റെ വഴി അനുതാപത്തിൻ്റെ വഴിയാണെന്നുള്ള ബോധ്യം തമ്പുരാനുണ്ടായിരുന്നു. തമ്പുരാൻ അനുതാപത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുക. അനുതാപത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തതുകൊണ്ട് അവൻ ഈ ആരവത്തിൻ്റെയും ബഹളമൊക്കെ വിട്ടിട്ട് പരുമലയ്ക്ക് പദയാത്ര നടക്കുന്ന ഉടനെ കാലും തിരുമ്മിക്കൊണ്ടുപോയി വൃക്ഷച്ചോട്ടിലൊക്കെ ഇരിക്കുന്നത് പോലെ തമ്പുരാനും കാലും തിരുമ്മിക്കൊണ്ടുപോയി ഒരു വൃക്ഷത്തിൻ്റെ, ഒരു മാവിൻ്റെ ചുവട്ടിൽ. അതോ പ്ലാവായിരുന്നു? ഏതായിരുന്നു വൃക്ഷം? മാവും പ്ലാവൊന്നുമല്ല, അത്തിയുടെ ചുവട്ടിലാണ് നിന്ന്, അല്ലേ? അത്തിയുടെ ചോട്ടിപ്പോൾ നിൽക്കുക കാല് തിരുമ്മിക്കൊണ്ടാണോ? കാല് തിരുമാനാണോ പോയത്? അല്ല,
തമ്പുരാന് ഹിഡൻ അജണ്ടയൊന്നുമില്ല, ഒറ്റ അജണ്ടയുള്ളൂ. താൻ ഇടപെടുന്ന വ്യക്തികൾ രൂപാന്തരപ്പെടണം. രൂപാന്തരത്തിന് വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. അത് അനുതാപത്തിന്റെ വഴിയിലൂടെ പറ്റുള്ളൂ. അവനെ കാണുകയാണ്. ആ വൃക്ഷത്തിന്റെ ചോട്ടി ചെന്നപ്പോൾ കണ്ട് മേളിലുരിച്ചിരിക്കുന്നത് എടവേ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞ് തമ്പുരാൻ കൈകൊട്ടിയാണ് വിളിച്ചത്. അല്ല, തമ്പുരാൻ കൈകൊട്ടിയല്ല വിളിച്ചത്. അവൻ പേര് ചൊല്ലി വിളിക്കുക, സക്കായി നീ വേറെ ഇറങ്ങി വരിക. തമ്പുരാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അവന് ഒരു മുൻപരിചയവുമില്ല. അവൻ തമ്പുരാന്റെ ഇടത്തൊന്നും പോയിട്ടുമില്ല, ആരും കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുമില്ല. ആൻഡ് ദാറ്റ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി മെറ്റ് ജീസസ്. തമ്പുരാൻ അവനെ കാണുന്നു, അവൻ തമ്പുരാനെ കാണുന്നു. ആദ്യമാണ് വാസ്തവത്തിൽ. പിന്നെ എങ്ങനെ അറിഞ്ഞു? ഇത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവണം. ഞാൻ എവിടെ ആയിരിക്കുന്നു അറിയുന്നൊരു ദൈവം. ഞാൻ എവിടെ ആയിരിക്കുന്നുവോ, സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെ നിന്റെ കൈ എന്നെ നടത്തുന്നു. ഞാൻ ആകെ സ്വർഗത്തിൽ കയറിയാൽ അവിടെ നിന്റെ അധികാരമാണ്. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്റെ അധികാരമാണ്. തമ്പുരാൻ അറിയാത്തൊരിടവുമില്ല. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ കേവലം ഭിണ്ണാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞവൻ, അതാ വാക്ക് ഉപയോഗിക്കുന്നത് 13 വാക്യത്തിൽ. എന്നെ മെടഞ്ഞവൻ നീയാണ്. അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞവൻ. തൻ്റെ സന്നിധിയിലേക്ക് വരുന്ന നിക്കോദീമോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുന്നു, നിക്കോദീമോസല്ല, നഥാനിയേലിനെ, ഒരിക്കലും കാണാത്ത ചെറുപ്പക്കാരൻ. പക്ഷെ അവനെ കണ്ടപ്പോൾ ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ കപടമില്ല എന്ന് പറയുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്തവനെ. അപ്പോഴാണ് തമ്പുരാൻ എന്നെ നിങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന. നമുക്ക് വഴുതി രക്ഷപ്പെടാൻ സാധിക്കില്ല. തമ്പുരാൻ അറിയില്ലെന്നും ചിന്തിക്കരുത്. നിന്റെ പോക്കും നടപ്പും കിടപ്പും കുതിപ്പും കിതപ്പും ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം. അങ്ങനെയെങ്കിൽ അവൻ്റെ സന്നിധിയിൽ നിനക്ക് ഒളിച്ചിരിപ്പാൻ സാധിക്കില്ല. അവൻ്റെ സന്നിധിയിൽ ഒളിച്ചിരിപ്പാൻ സാധിക്കില്ല. കപ്പലിന്റെ അടിത്തട്ടിൽ പോയി വലിയ ജനസമൂഹം ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയവനെ കപ്പൽ പ്രമാണിയുടെ വേഷത്തിൽ തമ്പുരാൻ ചെന്ന് കൊട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ, ഇതിനെല്ലാം കാരണക്കാരൻ. അങ്ങനെ പറയേണ്ടി വന്നില്ല, കാരണം യോന നല്ല മനുഷ്യനായിരുന്നു. യോന തന്നെത്താൻ പറയുക, ഈ കാറ്റും ഈ കോളും ഈ പ്രതിസന്ധിയുടെ ഒക്കെ കാരണം ഞാനാണെന്ന് പറയാൻ ചങ്കൂറ്റം കാട്ടി. കാരണം അവൻ നല്ല മനുഷ്യനായിരുന്നു. നമ്മളായിരുന്നേ പറഞ്ഞേനെ, എൻ്റെ ഇത്രയും ആളുകൾ ഇതിനകത്ത് പോകുന്നില്ല, നിങ്ങളെല്ലാം കൂടെ എൻ്റെ നേരെ എന്തിനാണ് വിരൽ ചൂണ്ടുന്നത്? അത് നല്ല മനുഷ്യനായിരുന്നു. നമുക്കില്ലാത്തത് ഇതാണ്. ശുദ്ധ മനസാക്ഷിയും അനുതാപവും ഇല്ലാത്തൊരു സമൂഹം നമുക്ക് ചുറ്റും. അറിഞ്ഞും അറിയാതെയും നമുക്ക് ബോധ്യപ്പെടും, അനുതാപത്തിൻ്റെ വഴിത്താരയോട് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഇവിടെ സക്കായിയെ വിളിച്ചിറക്കുകയാണ്. എത്ര ഹൃദ്യമായൊരു സംവേദനമാണ് നടക്കുന്നത്, എത്ര ഹൃദ്യമായിട്ട് ഇടപെടലാണ് നടക്കുന്നത്. ഇടപെടൽ നടന്നു എന്ന് മാത്രമല്ല, വലിയ ജനക്കൂട്ടമൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്നു. ഇനി ഹീ ഇഗ്നർ ചെയ്തു എന്ന് പറയുന്നത് തെറ്റാ. അവൻ്റെ കരുതൽ 99 വിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുക എന്ന് വാക്കിൽ മാത്രമല്ല അവൻ പറഞ്ഞു, കൂടെ പോകുക. വലിയ ജനതയുണ്ട്, നീ ഇപ്പം പോയാട്ട് മോനെ, അല്ലേ സിനിമയിൽ പറഞ്ഞ പോടാ മോൻ ദിനേശ എന്ന് പറഞ്ഞ് വിടുകയാണോ അവനെ? അല്ല, അവൻ്റെ കൂടെ പോകുക. 99 വിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുക. തമ്പുരാൻ്റെ ലക്ഷ്യം അതാ. അവൻ സഞ്ചരിച്ചത് അനുതാപത്തിൻ്റെ വഴിയിലാണ്. അനുതാപത്തിൻ്റെ വഴിയിലൂടെ തമ്പുരാൻ സഞ്ചരിക്കുന്നത് വാസ്തവത്തിൽ. അവനോടൊപ്പം പോയി പാർക്കുക. വേദപുസ്തകത്തിൽ പരിശോധിച്ചാട്ട് ആ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല മനുഷ്യൻ. വലിയൊരു കുമ്പസാരം നടക്കുക രാത്രി മുഴുവൻ. ഒരു വലിയ കുമ്പസാരം നടക്കുക രാത്രി മുഴുവൻ. രാത്രിയിൽ കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ സുപ്രഭാതത്തിൽ വെട്ടം വീണപ്പോൾ എഴുന്നേറ്റ് വരും. ഭാര്യ പോലും ഞെട്ടിപ്പോയി. എടാ, പതിവില്ലാത്തതുപോലെ ഇല്ലേ, കുറുക്കം വലിച്ച് നേരം വെളുത്താലും സൂര്യൻ ഉദിച്ചാലും എഴുന്നേറ്റ കക്ഷി വെട്ടം വീഴുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വന്നിച്ചൊരു വലിയ പ്രഖ്യാപനമാണ്, ഒരു പ്രായശ്ചിത്തം ചെയ്യുക. എന്താ പ്രായശ്ചിത്തം ചെയ്തത്? രാത്രി മുഴുവൻ കുമ്പസാരിച്ചതിൻ്റെ ഫലം കണ്ടു. രാവിലെ നമ്മൾ എത്ര കുമ്പസാരം നടത്തി, വല്ല ഗുണവും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഈ മനുഷ്യൻ ആദ്യത്തെ കുമ്പസാരം അത് കഴിഞ്ഞപ്പോൾ പറയുക, ഇതുവരെ ഞാൻ ഓടിയത് മുഴുവൻ വാരിക്കൂട്ടാനാ, ഇനി വാരിക്കൂട്ടൽ ഇല്ലെന്ന് മാത്രമല്ല, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കാൻ പോവുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ പെണ്ണുങ്ങൾ കയറി പിടിച്ചുകൊണ്ട് പോയേനെ ഇല്ലേ, ഇനിയും നച്ചൊല്ലൊന്നും വേണ്ട, പറഞ്ഞത് മതി. ആരും അവിടെ പിടിച്ചു മാറ്റാൻ പോയില്ല. അവൻ രണ്ടാമത് പറയുക, അഹിതമല്ലാതെ നേടിയതെല്ലാം 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പോവുക. 4 ഇരട്ടി തിരിച്ചു കൊടുക്കുക. അനുതാപത്തിൻ്റെ വഴിയിൽ ഇതിൽ കൂടുതൽ പ്രതീകം വേണോ? മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയാണ്, വ്യത്യാസപ്പെടുക. അതുവരെ ആരുടെ താളിൽ ചവിട്ടിയാലും എനിക്ക് ഉയർന്നു നിൽക്കണമെന്നും ആര് ചത്താലും വേണ്ടില്ല എൻ്റെ കീശയിൽ വേണമെന്നുമുള്ള ചിന്തിച്ചവൻ
തിരിഞ്ഞു വരികയാണ്. മനസാന്തരത്തിൻ്റെ പാതയിലൂടെ അവൻ സഞ്ചരിക്കുക. അതേ, തമ്പുരാൻ സഞ്ചരിച്ചത് മുഴുവൻ മനസാന്തരപ്പെടുത്തുന്ന വഴിത്താരയിലൂടെ. അനേക ആത്മാക്കളെ നേടുവാൻ തമ്പുരാൻ സഞ്ചരിച്ചത് മനസാന്തരത്തിന്റെ വഴിത്താരയിലൂടെയാണ്. അവൻ ശിമയോന്റെ ഭവനത്തിൽ, പരീശന ശിമോന്റെ ഭവനത്തിൽ പോയിരിക്കുക. അവൻ്റെ ഇരിപ്പ് തന്നെ പുറകോട്ട് കാലുമൊക്കെ ഇട്ട് വലിയ ഭക്തന്മാരിരിക്കുന്ന വളരെ മനോഹരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പുറകോട്ട് പടച്ചു വെച്ച കാല് കുറേ പ്രസംഗമൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ നനയുന്നു, വെള്ളം വീണതുപോലെ. മേളി നോക്കി, ഇനി പഴയ ഓല കീറ് കൊണ്ടുള്ളത്, അതിൽ ചോർന്ന് വെള്ളം വീണത്, മഴയൊന്നുമില്ല, ചോർന്നതുമല്ല. നോക്കിയപ്പോഴാണ് ഒരു പെണ്ണുപിള്ള ഇരുന്ന് കരയുക. ഒരു പെണ്ണുപിള്ള ഇരുന്ന് കരയുക. അതിനെ വിമർശിച്ചുകൊണ്ട് കുറേ ആളുകൾ അപ്പുറത്തുണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. എന്ത് കണ്ടാലും വല്ലാണ്ട് വിമർശിക്കുന്ന. തമ്പുരാൻ പറയുന്നുണ്ട്, ഈ കണ്ണുനീര് കൊണ്ടവൾ കാല് കഴുകി, തലമുടി കൊണ്ടവൾ തുടച്ചു, അനേകമായ അവളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് തമ്പുരാൻ പ്രഖ്യാപിക്കുക. കണ്ണുനീരിന്റെ വഴിയാണ് മാനസാന്തരത്തിന്റെ വഴി. മാനസാന്തരത്തിന്റെ വഴി കണ്ണുനീരിന്റെ വഴിയാ. അതിന് വേറെ ഷോർട്ട് കട്ടില്ല. കണ്ണുനീരിന്റെ വഴിത്താരയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് നഷ്ടമായത് കണ്ണുനീരാ. പണ്ടൊക്കെ തിരുബലിപീഠത്തിൽ നിന്ന് പുരോഹിതൻ തിരുബലി ശരീരരക്തങ്ങൾ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് മുഖം മറച്ചുകൊണ്ട് പടിഞ്ഞാട്ട് വരുന്നുണ്ട്, പറയുന്നുണ്ട്, തമ്പുരാനെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമാകരുതേ എന്ന് പറയുമ്പോൾ ചങ്കത്തൊറ്റ അടിയ, ഒരു വിതുമ്പലും കൂടെ കേൾക്കാം പള്ളിക്കകത്ത്. അപ്പൻ്റെ തോളിലിരുന്നു കൊണ്ട് അന്ന് കേട്ട ശബ്ദം ഇന്നും അസ്തമിച്ചിട്ടില്ല. ഇന്ന് ഈ രണ്ട് ജോലിയും ചെയ്യുന്നത് ആരാന്നറിയോ? ഒന്ന് സൗണ്ട് സിസ്റ്റവും മറ്റൊന്ന് ഓർഗനുമാണ്. ഈ ഒരു സ്ലെയർ ഇട്ട് കൊടുക്കുക ആ സമയത്തൊക്കെ വളരെ ഭംഗിയാക്കാൻ, അനുതാപസൂചകമാക്കാൻ. പണ്ട് അമ്മച്ചിമാരുടെ ഗദ്ഗതം, അപ്പച്ചന്മാരുടെ ചങ്കത്തടി, എത്ര കരയുന്ന മാതാപിതാക്കൾ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കണ്ണുനീരൊഴുക്കുന്ന ഒരു അമ്മയുടെ മകനാണ് ഞാൻ. പാമ്പാക്കുട നമസ്കാരം നെഞ്ചോട് ചേർത്ത് വെച്ച്, വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു അമ്മയുടെ മകനാണെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഇതുപോലെ കരഞ്ഞ മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അനേകം മക്കളും നമ്മുടെയൊക്കെ തലമുറ എങ്ങനെയായിത്തീരുമെന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും കരയാൻ സാധിക്കുന്നുണ്ടോ? കണ്ണുനീരിൻ്റെ വഴി നമുക്ക് അന്യമായിരിക്കുകയാണ്. അനുതാപത്തിൻ്റെ വഴി അന്യമായിരിക്കുകയാണ്. നമുക്ക് മടങ്ങി വരാൻ സാധിക്കുമോ? ഈ സ്ത്രീ കരഞ്ഞതുപോലെ ഈ പെരുന്നാൾ ചുറ്റുവിലും ലൈറ്റ് ഇടുന്നൊന്നുമല്ല പെരുന്നാൾ. എന്താണ് പെരുന്നാൾ എന്ന് ചൊവ്വാഴ്ച ശീമാത്പടി നമസ്കാരത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ സൂത്താറ നമസ്കാരത്തിൻ്റെ ബോസോയുടെ അനുഗ്രഹീത വരികളിൽ കൊടുക്കുന്നുണ്ട്. താപത്തിൻ വൻ പെരുന്നാളല്ലോ, കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കൂ. പാടാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ അച്ഛനെ പാടിയേര്. താപത്തിൻ വൻ പെരുന്നാളല്ലോ. പെരുന്നാൾ ഏതാ? കണ്ണുനീരിൻ്റെയാണ്. കണ്ണുനീരാണ്, അനുതാപമാണ് പെരുന്നാൾ. അനുതാപത്തോടെ കണ്ണുനീരൊഴുക്കുമ്പോഴാണ് പെരുന്നാളാകുന്നത്. അതാണ് അനുഗ്രഹം. കണ്ണുനീരി പെരുന്നാളിൽ കണ്ണുനീരോടെ കടന്നു വരാൻ സാധിക്കുമോ? പ്രാർത്ഥനയോടെ കടന്നു വരാൻ സാധിക്കുമോ? ദൈവമേ, നീ എന്നെ ചേർത്ത് നിർത്തി. കഴിഞ്ഞ 2-3 വർഷം നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? തമ്പുരാൻ വിടുതൽ തന്നില്ലേ? ഒന്നിച്ച് ചേരാൻ ഭാഗ്യം തന്നില്ലേ? കരഞ്ഞുകൊണ്ട് തമ്പുരാൻ തന്ന വിടുതലിനെ ഓർത്ത് അനുതാപത്തോടെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പാദാന്ത്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമോ? നമുക്ക് അനുതാപത്തിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. തമ്പുരാൻ സഞ്ചരിച്ചത് അനുതാപത്തിന്റെ വഴിയാ, കണ്ണുനീരിന്റെ വഴിയാ. നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിച്ചത് കണ്ണുനീരിന്റെ വഴിയാ. ഞാൻ കണ്ണുനീരുകൊണ്ട് എൻ്റെ കട്ടിൽ നനച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ, കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഹൃദയ വിതുമ്പലോടെ കണ്ണുനീരോടെ ആ പാതയിലൂടെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. തമ്പുരാൻ നടന്ന വഴി അത് ആരാധനയുടെ വഴിയായിരുന്നു എന്ന് ആദ്യം ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത് എന്താ സൂചിപ്പിച്ചത്? അനുതാപത്തിന്റെ വേ ഓഫ് റിപ്പൻഡൻസ്, അനുതാപത്തിന്റെ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചത്. അവൻ സഞ്ചരിച്ചത് അനുതാപത്തിന്റെ വഴിയിലൂടെയാണ്. നമുക്ക് ഈ അനുതാപത്തിന്റെ 4 ദിനം നീണ്ടുനിന്ന ശ്രേഷ്ഠമായ നോമ്പനുഷ്ഠാനത്തിന് ശേഷവും ഒരു സത്യകുംഭസാരത്തിന് വേണ്ടി മുട്ടുമടക്കാൻ സാധിക്കുമോ? യോന മുട്ടുമടക്കിയതുപോലെ സമുദ്രത്തിന്റെ ആഴത്തിലൂടെ, മത്സ്യത്തിന്റെ ഉദരത്തിലൂടെ അവൻ സഞ്ചരിക്കുമ്പോഴും അവൻ അയ്യം വിളിച്ചു. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നൊരു വലിയ കുമ്പസാരം അവിടെ നടക്കുന്നത്. കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ കുമ്പസാരിക്കുകയായിരുന്നു. അവൻ സമുദ്രത്തിന്റെ അടിത്തളത്തിൽ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ അവൻ കുമ്പസാരിക്കുകയായിരുന്നു. ആ കുമ്പസാരത്തോടെ വന്ന അനുതാപത്തോടെ, സത്യാനുതാപത്തോടെ എല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ അവന് വിടുതൽ കൊടുത്തു. അവനെ ലക്ഷ്യത്തിലേക്ക് തമ്പുരാൻ എത്തിക്കുക. എനിക്കും നിങ്ങൾക്കും തമ്പുരാൻ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമെങ്കിൽ വഴിയൊന്നേയുള്ള അനുതാപത്തിന്റെ വഴിയാണ്. അത് കണ്ണുനീരിന്റെ വഴിയാണ്. കണ്ണുനീരിന്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഞാൻ ദീർഘമാക്കുന്നില്ല, സമയബന്ധിതമായി ശുശ്രൂഷ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. വീണ്ടും ഈ വഴിത്താര മുമ്പോട്ട് നീങ്ങുകയാണ്.
യേശു തമ്പുരാൻ സഞ്ചരിച്ച വഴിത്താര ആരാധനയുള്ള വഴിയിലൂടെ അനുതാപത്തിന്റെ വഴിയും വിട്ട് വീണ്ടും നമ്മൾ പോവുകയാണ്. ഈ അനുതാപത്തിന്റെ വഴിയിൽ വേണ്ടത് കണ്ണുനീരാണ്. ഒരു തെറ്റിനെ കുറിച്ചുള്ള ബോധമാണ്, പാപബോധമാണ്. പോപ്പ് ഷിനോഡോ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കോപ്റ്റിക് സഭയുടെ, ഓറിയന്റൽ സഭയിലെ അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് കോപ്റ്റിക് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പോപ്പ് ഷിനോഡ്. അദ്ദേഹം കാലം ചെയ്തത് ഈ കഴിഞ്ഞ 2 വർഷം കോവിഡ് കാലത്തായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനെന്ന് പോലും ഖ്യാതി നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട്, ദ റിപ്പന്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന ദ ലൈഫ് ഓഫ് റിപ്പന്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വരികളുണ്ട്. അവിടെ പറയുന്നത് ആധുനിക ലോകത്തിന്റെ പ്രശ്നം പാപമില്ലെന്നുള്ളതല്ല, പാപബോധമില്ലെന്നുള്ളതാ. പാപബോധമില്ല. അനുതാപിക്കുക വേണ്ടത് പാപബോധമാണ്. നമുക്കതില്ല, നഷ്ടപ്പെട്ടിരിക്കുക. നമുക്ക് പാപബോധമില്ല. നമുക്ക് പാപബോധം ഉണ്ടാവണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സുന്ദരമായൊരു പ്രതീകം കാണുന്നുണ്ട്. ഒരു മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും. നമ്മളും വലിയ വ്യത്യസ്തരൊന്നുമല്ല. 17-ാം വാക്യത്തിൽ പറയുന്നു, അവന് സുബോധം വന്നു. അനുതാപത്തിന് വേണ്ട ഘടകം സുബോധം വേണം. സുബോധം വരണം. അപ്പോഴാണ് പറഞ്ഞു, അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മ വന്നു. ഞാൻ ഏറ്റു പറയാൻ പോവുക എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ അവൻ പറഞ്ഞു. അപ്പ നിന്നോട് പാപം ചെയ്തു എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ മതിയായിരുന്നു. പിന്നെന്താ അവന് സുബോധം വന്നു പറഞ്ഞത്? ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തു. ഈ ചെയ്യുന്ന അപരാധങ്ങൾ സ്വർഗത്തോടാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? അനുതാപത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ ബോധ്യമുണ്ടാവണം. നിന്നോടും തമ്പുരാനോടാണ്, സ്വർഗത്തോടാണ് ഞാൻ ചെയ്യുന്ന അപരാധങ്ങൾ. അവൻ സ്വർഗത്തോടോ തമ്പുരാനോടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൻ്റെ അടിച്ചു മാറ്റി, വേശ്യകളോടൊത്ത് ശയിച്ചു, ദുർമാർഗികളോടൊത്ത് മദ്യപാനം ചെയ്തു, അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ദൈവത്തോടാവുന്നത്? ഈ അപരാധങ്ങളെല്ലാം ദൈവത്തോടാണ്. കാരണം അവൻ ക്രിസ്തുവിൽ വസിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ സ്നാനമേറ്റവനാണ്. അവൻ സാത്താനെ ഉപേക്ഷിച്ചവനാണ്. പക്ഷെ പോക്ക് ശരിയായിരുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന വഴി ഒരുപക്ഷെ നമുക്ക് ചാർത്താൻ പറ്റിയ പേരല്ലേ. അതുകൊണ്ടാണ് തമ്പുരാൻ അവിടെ ഒരു പ്രോപ്പർ നൗൺ അല്ല കൊടുത്തിരിക്കുന്നത്, ഒരു കോമൺ നൗണായിട്ടാണ്. ദുർനടപ്പുകാരൻ. ഞാൻ ചിന്തിക്കണം, നാം സഞ്ചരിക്കുന്ന വഴി അനുതാപമില്ലാതെ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ചാർത്താൻ പറ്റിയ പേരാണ്. കണ്ണുനീരിൻ്റെ വഴിയിലൂടെ മടങ്ങി വരാൻ സാധിക്കുമോ? മൂന്നാമതൊരു വഴിത്താര ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുകയല്ല, ഓർമ്മ പുതുക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. തമ്പുരാന്റെ വഴിത്താര ചെന്നെത്തുന്നത് എവിടെയാണെന്നറിയാം. ബെഥലേഹേമിൽ തുടങ്ങുന്നുണ്ട്, ഗലീലയുടെ ചുറ്റുവട്ടത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, വീണ്ടും അത് സമാപിക്കുന്നത് എവിടെയാണ്? കൽവറിയിലാണ്. കൽവറിയെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് സുന്ദരമായൊരു പദപ്രയോഗം, അനുരഞ്ജനത്തിൻ്റെ ബലിവേദി എന്നാണ്. അനുരഞ്ജനത്തിൻ്റെ ബലിവേദി എന്നാണ്. അതുകൊണ്ട് ഈ വഴിക്ക് കൊടുക്കുന്ന പേരും എല്ലാം ആയിലാണ്. ആരാധനയുടെ വഴിയാണ്, അനുതാപത്തിൻ്റെ വഴിയാണ്. മൂന്നാമത് അനുരഞ്ജനത്തിൻ്റെ വഴിയാണ്. ക്രിസ്തു കാട്ടിയത് അനുരഞ്ജനത്തിൻ്റെ വഴിയാണ്. ഈ കഴിഞ്ഞ WCC കോൺഫറൻസ് സെപ്റ്റംബർ 1st വീക്കിലായിരുന്നു. അത് യൂറോപ്പിലെ ജർമ്മനിയിൽ വെച്ച് നടന്നു. ജർമ്മനിയിൽ നടന്ന WCC കോൺഫറൻസ് 10,000-കണക്കിന് ആളുകൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാം പ്രതികൾ സംബന്ധിച്ച വലിയ മാമാങ്കമായിരുന്നു അത്. എൻ്റെ തീം ഈ വർഷത്തെ എന്താ പറയുക? The Christ love moves this world to repentance and unity. Christ love moves the world through repentance and unity. അത് അനുതാപത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്നതാണ് എന്ത്? ക്രിസ്തു സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇവിടെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ വഴി അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ ക്രിസ്തു മൂലം നമ്മെ തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു. 2 Corinthians chapter 5 verse 8, 8-ാം വാക്യത്തിൽ പറയുക, അവൻ ക്രിസ്തു മൂലം നമ്മെ തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു. വലിയ ശുശ്രൂഷയാണ് നടത്തിയത്. തമ്പുരാന്റെ കാൽവറിയിലെ പരമയാഗം നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അവൻ സഞ്ചരിച്ചത് നിരപ്പിന്റെ വഴിയിലൂടെയാണ്. കാരണം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ കാരണം എന്താ? മുകളിലിരുന്ന് തമ്പുരാൻ നോക്കി വിലയിരുത്തി, എത്ര സുന്ദരമായി സൃഷ്ടിച്ചൊരു സമൂഹം, എത്ര പ്രതീക്ഷയോടെ ആക്കിയൊരു ജനം വീണുപോയി. വലിയ വിള്ളലുണ്ടായി. മണ്ണും വിണ്ണും തമ്മിൽ വിള്ളൽ, സ്വർഗവും ഭൂമിയും തമ്മിൽ വിള്ളൽ, മനുഷ്യൻ തമ്മിൽ വിള്ളൽ. അനേകർ പാതാളത്തിലേക്ക് പതപ്പതിച്ചു പോയപ്പോൾ തമ്പുരാന് നിവൃത്തിയില്ല. പ്രവാചകന്മാരെ ഒന്നിനൊന്നിന് വിടുക, എല്ലാത്തിനെയും കൊല വിളിച്ചു വിടുക, ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. അവസാനം ദൈവം തീരുമാനിച്ചു, ഇതിനൊറ്റ വഴിയേ ഉള്ളൂ, തൻ്റെ ഏകജാതനെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് കരുതാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെ താഴ്ത്തി ഭൂമിയോളം
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിക്കൊണ്ട് കറങ്ങി വന്നത് എന്തിനു വേണ്ടിയാ? ഒരനുരഞ്ജനത്തിന്റെ പാലം തീർക്കാനാ, ഈ വിടവ് നികത്താനാ. വീണ്ടും മണ്ണും തമ്മിലുള്ള വിടവ് നികത്താൻ നോക്കുക. തമ്പുരാൻ എത്ര സുന്ദരമായി പഠിപ്പിക്കാന്നറിയോ? ഏകദേശം 33 വർഷം തമ്പുരാൻ പഠിച്ചു. എന്താ ഇതിനൊരു വഴി? നെടുകയും കുറുകയും തമ്പുരാൻ നടന്നു. ഈ വിള്ളൽ നികത്താൻ നോക്കിയ പണി 18ഉം പരാജയപ്പെട്ടിടത്തേക്ക് തൻ്റെ ഏകജാതൻ ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് നോക്കുക എന്നാ വഴി. തമ്പുരാൻ വളരെ വൈദഗ്ധ്യമുള്ള ആളാണ്. തമ്പുരാൻ ഒരു തച്ചനല്ലേ, വളരെ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കൃത്യബോധ്യം, ഗണിതശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള ആളാണ്. ഈ വിള്ളൽ നികത്താൻ എന്താ വഴിയെന്ന് 33 വർഷം ഈ മണ്ണിലൂടെ അനുഗ്രഹത്തോടെ നടന്ന് തമ്പുരാൻ കണ്ടെത്തി. ഈ വിള്ളൽ നികത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ തമ്പുരാൻ ഡിസൈൻ ചെയ്ത മനോഹരമായ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ തമ്പുരാൻ ഉണ്ടാക്കി. തമ്പുരാൻ വലിയ ശില്പിയായിരുന്നില്ലേ? ഒരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാം? എന്താ സ്ട്രക്ചറിന്റെ പേര്? അതാ കുരിശ്. എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിന്റെ പേരാണ് കുരിശ്. തമ്പുരാൻ നോക്കി ഇതേ ഉള്ളൂ ഇത് മടക്കാൻ. നമ്മൾ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം. ഹോളി ലാൻഡിൽ പോയാൽ യെരുശലേമിൻ്റെ ആ മൗണ്ടിൽ ചെല്ലുമ്പോൾ മനോഹരമായൊരു കുരിശ്. ദാറ്റ് വാസ് റീസ്ട്രിക്ചഡ് ആൻഡ് റീഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അന്നത്തെയൊന്നുമല്ല. പക്ഷെ അത് മനോഹരമായിട്ട് പ്രതീകാത്മകമായിട്ട് ആ വിള്ളലിനിടയിലേക്ക് ആ കുരിശ് ഇറങ്ങി നിൽക്കുക. ആ കുരിശിലൂടെ ചോര കട്ട പിടിച്ചിട്ട് ഒഴുകി ഇറങ്ങുന്നുണ്ട്. ഒഴുകി ഇറങ്ങി വിള്ളലിലൂടെ ധാരധാരയായിട്ട് വീണ് അവസാനം എവിടെ ചെന്ന് വീണെന്നറിയാമോ? ഒരു തലയോട്ടിയില്ല. ആരുടെ തലയോട്ടിയാണെന്നറിയോ? തമ്പുരാൻ തൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ച ആദാമിൻ്റെ തലയോട്ടിയെന്നാ അവിടെ വിശ്വസിക്കുക. അതുപോലെ ആദാം തൊട്ട് ആധുനിക മാനവരാശി ജനിക്കാൻ പോകുന്ന തലമുറയുള്ള മാനവരാശിയുടെ പാപത്തിനു വേണ്ടിയും അനുരഞ്ജനത്തിനു വേണ്ടിയും തമ്പുരാൻ നാട്ടിയ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറാണ് വാസ്തവത്തിൽ ഈ കുരിശ്. ഈ കുരിശ് തമ്പുരാൻ നാട്ടുകയാ. എത്ര വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നറിയാം. തമ്പുരാൻ നാട്ടിക്കഴിഞ്ഞപ്പോൾ തോന്നി, എടാ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ഞാൽ പിന്നെ വിള്ളലുണ്ടാകും. അത് ചായാൻ പാടില്ല, അത് ഉറച്ചിരിക്കണം. ഇനി ഒരു വിള്ളലുണ്ടാവാൻ പാടില്ല, ഇനി ആരും വീണു പോകാൻ ഇടയാവരുത്. അതിന് തമ്പുരാൻ നോക്കി ചില ക്വിക്ക് ഫിക്സ് ഒക്കെ ഉണ്ട് ഇല്ലേ? അതോ കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്യായിരുന്നു? അല്ല, ഇതൊന്നും അന്നില്ലല്ലോ. തമ്പുരാൻ അതിനു വേണ്ടി അത് ഫിക്സ് ചെയ്യാൻ എടുത്ത എന്തെന്നറിയോ? തമ്പുരാൻ്റെ ചോരയാണ്. തമ്പുരാൻ്റെ ചോരയാണ്. തലയിൽ നിന്ന് മുൾക്കിരീടം ആഞ്ഞടിച്ചപ്പോൾ ഇറ്റിറ്റു വീണ ചോര, കൈത്തണ്ടിൽ ആണിയടിച്ചപ്പോൾ ഒഴുകിയിറങ്ങിയ ചോര, തൻ്റെ ചങ്ക് കുത്തി തുറന്നപ്പോൾ അവസാനത്തുള്ളി ചോര പോലും ആ കുരിശിലൂടെ ഇറ്റിറ്റു വീണ് അവിടെ ഫിക്സ് ചെയ്യുക. ആരും ഇനി വീണു പോകാതിരിപ്പാൻ, സർവ്വ മാനവരാശിയും രക്ഷപ്പെടാൻ തമ്പുരാൻ ഒഴുക്കിയ അനുരഞ്ജനത്തിന്റെ വഴിത്താര നമുക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ആ കുരിശിന്റെ വഴിയിൽ, അത് കനൽ വഴിയാണ്, അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ? ഞാനും നിങ്ങളുമൊക്കെ ഈസി ഗോയിങ് നോക്കിക്കൊണ്ടിരിക്കുക. കംഫർട്ട് സോൺ വിട്ടൊരു പരിപാടി നമുക്കില്ല. അത് ആരാധനയാവട്ടെ, ആത്മീയതയുടെ എന്തുമായിക്കൊള്ളട്ടെ, കംഫർട്ട് സോണിൽ നിൽക്കുന്ന പരിപാടികൾ നമുക്കുള്ളൂ. തമ്പുരാൻ ഒരുക്കിയത് കംഫർട്ട് സോൺ അല്ല. നിന്റെ നിത്യതയുടെ കംഫർട്ടിനു വേണ്ടി തമ്പുരാൻ ഒരുക്കിയ കനൽ വഴിയിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? അത് അനുരഞ്ജനത്തിൻ്റെ വഴിയാണ്. അനുരഞ്ജനം അനിവാര്യമായിരിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ സാധിക്കുന്നില്ല. ദൈവം അനുഗ്രഹത്തോടെ തമ്പുരാൻ്റെ മുഖത്തേക്കൊന്ന് മടങ്ങി വരാൻ സാധിക്കുമോ? അവൻ്റെ തേജസ്സിലേക്കൊന്ന് മടങ്ങി വരാൻ സാധിക്കുമോ? യോനെ പിടിച്ചിറക്കിക്കൊണ്ട് സമുദ്രക്ക് തള്ളെങ്കിലും അവരെ കരം പിടിച്ച്, വേദോസ്തി പറയുന്നുണ്ട്, കൽപ്പിച്ചാക്കി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. 5 കാര്യങ്ങളിൽ കൽപ്പിച്ചാക്കി എന്ന് പറയുന്നുണ്ട്. യോനെ അപരാധം ചെയ്തപ്പോൾ പെരുങ്കാറ്റ് കൽപ്പിച്ചാക്കി അവനെ ശിക്ഷിക്കുവാൻ. വീണ്ടും പറയുന്നു, അവനെ ജലത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവനെ രക്ഷയുടെ കരം നീട്ടുവാൻ മത്സ്യം വന്ന് വെട്ടി വിഴുങ്ങി എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അവനൊരു തിമിംഗലത്തെ കൽപ്പിച്ചാക്കി, മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്നാ പറയുന്നത്. അവനെ കൊണ്ട് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ചൂടും വലിയ കഠിനമായ കൊടും ചൂട് വന്നപ്പോൾ ഒരു തണൽ വൃക്ഷം വന്നപ്പോഴത്തേക്ക് അവർ ഇച്ചിരി പഴയ പടിയിലേക്ക്, നമ്മളും അങ്ങനല്ലേ, ഇച്ചിരി അഹന്തയും ധാർഷ്ട്യവും അഹംഭാവവും അഹങ്കാരവും ദൈവത്തേക്കാൾ വലിയവനാണെന്നൊരു തോന്നൽ. തമ്പുരാൻ ഒരു കൽപ്പിച്ചാക്കി. എന്തിനാണെന്നറിയോ? തണല് കൊടുക്കാൻ കൽപ്പിച്ചാക്കി വൃക്ഷം. പക്ഷെ അഹന്തയും അഹങ്കാരം വന്നപ്പോൾ കൊച്ചു തണൽ വൃക്ഷത്തിൻ്റെയൊക്കെ ചുവട്ടിലിരുന്ന് യോനയെ പോലെ ഞാനും നിങ്ങളൊക്കെ അഹങ്കരിക്കുക. തമ്പുരാൻ ഒരു നിമിഷം മതി കൽപ്പിച്ചാക്കി. എന്തിനെയാ? ഒരു കൊച്ചു ജീവിയെ, ഒരു പുഴുവിനെ. ഹി അപ്പോയിന്റഡ് എ വോം എന്നാ പറയുന്നു. ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഒരുപക്ഷെ 2 വർഷം മുമ്പ് തമ്പുരാൻ കൽപ്പിച്ചാക്കി. നമ്മുടെ അഹങ്കാരമൊക്കെ വാനോളം ഉയർന്നപ്പോൾ തമ്പുരാൻ കൽപ്പിച്ചാക്കി. അതിൻ്റെ പേരെന്തായിരുന്നു?
COVID-19 ഒരുപക്ഷെ തമ്പുരാൻ കൽപ്പിച്ചാക്കി. തമ്പുരാൻ ആവോളം ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. 18 പണിയും നോക്കിയിട്ട് നടക്കുന്നില്ല. തമ്പുരാൻ കൽപ്പിച്ചാക്കി. എല്ലാം പഠിച്ചു, അടച്ചുപൂട്ടി അകത്തിരുന്നു. ആർക്കും ഒരു വിഷയമില്ലായിരുന്നല്ലോ. ഇപ്പം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? ഞാനും നിങ്ങളും ചിന്തിക്കണം. തമ്പുരാൻ കൽപ്പിച്ചാക്കിയത് അനുതാപത്തിൻ്റെ വഴിയാണ്, അനുരഞ്ജനത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് മടങ്ങാൻ സാധിക്കുമോ? അപ്പോൾ യോന മടങ്ങുകയാണ്. യോനയെ പഠിപ്പിക്കാനായി വഴിയിലൂടെയൊക്കെ കൊണ്ടുപോയത്. കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു എന്ന് പറയുന്ന പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് മടക്കിക്കൊണ്ടിരുന്ന ദൈവം മടങ്ങി വരാൻ സാധിക്കുമോ? ദൈവിക പാതയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ? ദൈവബന്ധം മുറുകെ പിടിക്കാൻ സാധിക്കുമോ? ഈ പെരുന്നാൾ നിന്നെയും നമ്മളെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്നാവട്ടെ. ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടിരുന്നാവട്ടെ. നഷ്ടപ്പെട്ട ഭക്തി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്നാവട്ടെ. നമുക്ക് മടങ്ങി വരാൻ സാധിക്കുമോ? വീണ്ടും തലമുറകൾ തമ്മിൽ എത്ര മനുഷ്യ ജീവൻ ഇത്ര കണ്ട് വില കുറഞ്ഞ കാലഘട്ടമുണ്ടോ? തമ്മിൽ തല്ലി നശിക്കുന്നൊരു തലമുറ എവിടെയെല്ലാം എത്ര കുടുംബങ്ങളിൽ നടക്കുന്നു. ഒരുപക്ഷെ ക്രിസ്മസ് കാലത്ത് മലയാള മനോരമയുടെ ഒരു ഫ്രണ്ട് പേജിൽ വന്നൊരു കോളമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അകത്തളത്തിൽ അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട 48 മനുഷ്യർ കിടക്കുന്നു. അപ്പനും മാതാപിതാക്കൾ ആരും നോക്കാനില്ല. അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ പന്തളത്ത് ഞങ്ങൾക്ക് ഒരു ഒന്നിച്ചുള്ളൊരു ക്രിസ്മസ് ആഘോഷത്തിൽ ഈ വീണ ജോർജ് വന്നപ്പോൾ എൻ്റെ അടുത്ത സ്റ്റേജിൽ പങ്കിടാൻ അവസരം കിട്ടിയപ്പം ആ മഹതി പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ അച്ഛൻ 48 പേരെന്ന് പറഞ്ഞത് ആ വാർഡിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തുള്ളതാണ്. തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ 2800ഓളം മാതാപിതാക്കൾ അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തവരായിട്ടുണ്ട്. കൊണ്ട് തള്ളിയേച്ചു പോയിട്ടുള്ളവരുണ്ട്. തിരിച്ചറിയണം. പാലക്കാട്ടേത് പത്രത്തിൽ വായിച്ചു. പാലക്കാടും തിരുവനന്തപുരം ഒക്കെ മറന്നാട്ടെ. നമ്മുടെയൊക്കെ നസറാണിയുടെ വീട്ടിൽ താമസിക്കുന്നത് വീടിനകത്താണെന്നുള്ളൊരു ബോധ്യമൊക്കെ നമുക്കുണ്ട്. ഒറ്റയ്ക്ക് ചെന്ന് അവരോടൊന്ന് ചോദിച്ച്, എൻ്റെ അച്ഛ എന്തിനാച്ച ഇങ്ങനെ ജീവിക്കുന്നത്? ഇവിടെ തിന്നാനും കുടിക്കുന്നതാണോ അച്ഛ ജീവിതം? സ്നേഹത്തോടൊരു വാക്കൊന്ന് ഉച്ചരിക്കണ്ടേ അവനും അവളും? ഈ പിള്ളേരെ എൻ്റെ അടുത്തൊക്കെ ഒന്ന് അടുപ്പിക്കണ്ടേ? ചില പേക്കോലങ്ങൾ നമ്മുടെയൊക്കെ വീടുകൾക്കകത്തുണ്ട്. ആരും നോക്കാനും കാണാനും അറിയാതെ ആരാലും തിരസ്കരിക്കപ്പെട്ട അനേകം മനുഷ്യർ നമ്മുടെയൊക്കെ വീടുകളിൽ, നല്ല നസറാണിയുടെ വീടുകളിൽ, സുറിയാനി ക്രിസ്ത്യാനിയുടെ വീടുകളിലുണ്ടെന്ന് തിരിച്ചറിയണം. ഇവിടെയാണ് അനുരഞ്ജനം അനിവാര്യമായിരിക്കുന്നത്. ചെല്ലാൻ സാധിക്കുമോ? അടുത്ത് ചെല്ലാൻ, ചേർത്ത് നിർത്താൻ സാധിക്കുമോ? നിന്റെ പെറ്റമ്മയുടെ രോദനമൊന്ന് കേൾക്കാൻ മനസ്സുണ്ടോ? ഒരുപക്ഷെ ഇടമില്ല എന്ന് രോദനം ഓർക്കുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേഥലഹേമിൽ തൻ്റെ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെയും ഭാര്യയെയും പിടിച്ചുകൊണ്ട് ഒരു വൃദ്ധനായ പടുകിളവൻ ഓരോ വാതിലിലും കുട്ട്മുട്ടി. അവസാനം ഒരു വാതിലും തുറന്നപ്പോൾ ശുഭപ്രതീക്ഷ, കണ്ണും തെളിഞ്ഞു. പക്ഷേ അതിന് ദീർഘായുസുണ്ടായില്ല. ആ തുറന്ന വാതിൽ കൊട്ടി അടച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ ഇടമില്ല. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇടമില്ല. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേഥലഹേമിലെ തെരുവീഥിയിലെ സത്രത്തിൻ്റെ സത്രപ്രമാണി പറഞ്ഞ വാക്കല്ല. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ കാരണവന്മാർ പറയുന്ന വാക്കാ, ഇടമില്ലച്ച ഇവിടെ. വലിയ മാളിക പോലുള്ള വീടാണ്, പക്ഷെ ഇടമില്ല എനിക്കിവിടെ. ഇവരുടെ മനസ്സിലൊന്നും എനിക്കിടമില്ല, ഇവരുടെ ഇടയിൽ എനിക്കിടമില്ല. ഈ ഇടമില്ലെന്ന് അവർ മാത്രമല്ല പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കാണ് നല്ലത്, സ്പേസ് ഇല്ല. ഈ കുഞ്ഞുങ്ങൾ പറയുന്നു അതാ, ഞങ്ങൾക്കൊന്നും ഒരു സ്പേസ് ഇല്ലച്ച വീട്ടിൽ. ഞങ്ങളെ കരുതാൻ ആളില്ല. അവർ ഓട്ടമല്ലേ, അപ്പനും അമ്മയും ഓട്ടമല്ലേ. ഞങ്ങളെ സ്പേസ് ഇല്ല ഞങ്ങൾക്ക്. ഈ സ്പേസ് അവർക്കില്ലാത്തതുകൊണ്ട് അവർ സ്പേസ് കണ്ടെത്തും വെളിയിൽ പോയി. പിന്നെ കരഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അയ്യോ മിണ്ടാപ്പൂച്ചയായിരുന്നച്ചാ പോയച്ചാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ സ്പേസ് കൊടുക്കണം അവർക്ക്, അവന് സ്പേസ് കൊടുക്കണം. നിന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനിവാര്യരാണെന്നുള്ളൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ. നീ പണമുണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയുമോ? അവർ കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമോ? അവരെ ചേർത്ത് നിർത്താൻ സാധിക്കണം. അവർക്ക് സ്പേസ് ഉണ്ടാവണം. പെറ്റമ്മ ചിന്തിക്കണം, മക്കളെ ചേർത്ത് നിർത്തണം. അനിവാര്യതയോടുകൂടി ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുമോ? മാതാപിതാക്കളെ കണ്ണുനീരൊഴിക്കാൻ കുഞ്ഞുങ്ങളോട് പറയാനില്ല. കണ്ണുനീരൊഴിപ്പിക്കരുത് അപ്പനെ അമ്മയെ, കണ്ണുനീരൊഴിപ്പിക്കരുത്. 2020 കാലം ഇന്നലെ നല്ലൊരു കളിയായിരുന്നില്ലേ? ഗില്ലിന് വലിയ സെഞ്ചുറി കിട്ടിയേ. 2020 പറഞ്ഞ ക്രിക്കറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇനി ഒരു കളി കൂടെ ഉണ്ടല്ലോ അല്ലേ? ക്രിക്കറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. 2020 പ്രോവേർബ്സ് 2020 സദൃശ്യവാക്യങ്ങൾ 20-20. എല്ലാവരും കൈവീശി വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ജോലി ചെയ്തേക്കാം, സമയമില്ലാത്തതുകൊണ്ട്. അവിടെ പറയുക, എടുത്ത് നോക്കിക്കൂ. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ എന്ന വാക്കാ, ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സൂക്ഷ്മതയോടൊന്ന് വായിച്ചോണം. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ഉപേക്ഷിച്ചാൽ
നിലാവിളച്ചുള്ളപ്പെടുന്നില്ല, കുറ്റാക്കൂരിട്ടിൽ തപ്പിത്തടഞ്ഞു പോലും രക്ഷപ്പെടാനൊക്കില്ല. അപ്പൻ്റെ അമ്മയുടെയും കണ്ണ് ഈറനണിയാൻ ഇടയാവരുത്, അപ്പനെ അമ്മയും കരയിക്കാൻ ഇടയാവരുത്. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, പുറകിരുന്ന് പറയുന്നുണ്ട് അച്ഛൻ ഒന്നുകൂടെ ആവർത്തിച്ച് അവരോടൊന്ന് പറഞ്ഞാട്ടെന്ന്. എനിക്ക് അവരോടല്ല നിങ്ങളോടും പറയാനുണ്ട്. മൺമറഞ്ഞു പോയ ചില മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ പോയത് നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പുണ്ടാ. എത്ര മാതാപിതാക്കൾ കരഞ്ഞോണ്ട് പോയിട്ടുണ്ടെന്നറിയാവോ? നാളെ റാസ കഴിഞ്ഞിട്ട് ആ മെഴുകുതിരി ഉരുകത്തില്ലേ, ആ ഉരുകുന്ന മെഴുകുതിരി മാത്രം പോരാ, ഉള്ളുരുകിക്കൊണ്ട് കല്ലറയെ കൊണ്ട് വെക്കണം, ക്ഷമ ചോദിക്കണം, മാപ്പിരക്കണം, അപ്പാ ക്ഷമിക്കണമെന്ന് പറയണം, അമ്മയെ ക്ഷമിക്കണമെന്ന് പറയണം. ഉൾവേദനയോടെ ദുഃഖത്തോടെ നര കടന്നു പോയിട്ടുണ്ടെങ്കിൽ ശാപം വിട്ടുമാറിയില്ല കുടുംബത്തിൽ നിന്ന്. ഏറ്റെടുക്കാൻ സാധിക്കണം, പ്രാർത്ഥിക്കണം, മാപ്പിരക്കാൻ സാധിക്കണം, അനുരഞ്ജനപ്പെടാൻ സാധിക്കണം. പെരുന്നാൾ അനുരഞ്ജനത്തിനാണ്. അനുരഞ്ജനത്തിൻ്റെ വഴിയെ നാം സഞ്ചരിക്കേണ്ടത്. കൂടപ്പിറപ്പുകളോട്, മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട് കൈയൊക്കെ ചേർത്ത് പിടിച്ച് നാണം കുടുങ്ങിപ്പോയതല്ലേ, രാവും പകലും സംസാരിച്ചിട്ട് തീരുന്നില്ല. ഇപ്പം കഷ്ടിച്ചൊരു ഞരക്കവും മുള്ളലും ഒക്കെ അത് തന്നെ കിട്ടിയ ഭാഗ്യമെന്ന് വിചാരിച്ചിരിക്കുക. അതിൽ കൂടുതൽ സംഭാഷണമൊന്നുമില്ല ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് കുത്തനെ താഴെ പോയിരിക്കുകയാണ്. ആരും തമ്മിൽ വലിയ ആശയവിനിമയമൊന്നുമില്ല. കഷ്ടിച്ചൊരു മുള്ളലും ഞരക്കവും. മിണ്ടാൻ സാധിക്കണം, ചേർത്ത് നിർത്താൻ സാധിക്കണം. ചേർത്ത് നിർത്തേണ്ട ഒത്തിരി ബന്ധങ്ങൾ തന്നിട്ടുണ്ട്. നിന്റെ ജീവിത പങ്കാളി, നിനക്ക് ജന്മം തന്ന മാതാപിതാക്കൾ, നീ ജന്മം കൊടുത്ത മക്കൾ, ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന കൂടപ്പിറപ്പുകൾ, ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടിയൊക്കെ കോടതിയുടെ വരാന്തകളിൽ കയറി ഇറങ്ങുമ്പോൾ നീ നിന്റെ തലമുറയ്ക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? പ്രായമായാൽ ഇങ്ങനെയൊക്കെയാണെന്ന് കൊച്ചുങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുക. പ്രായമായാൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെ അവർ നന്നാവുന്നത് എങ്ങനെയാണ്? അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? അനുരഞ്ജനത്തിൻ്റെ വഴിത്താരിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ? തമ്പുരാൻ കാട്ടുന്ന വഴി അനുരഞ്ജനത്തിൻ്റെ വഴിയാണ്. കൂടപ്പിറപ്പുകളെ ചേർത്ത് നിർത്തുവാൻ പണ്ട് കയ്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ ചോദിക്കുക. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു കയ്യന് ക്ഷമാപണം കിട്ടുമായിരുന്നു. തമ്പുരാനെ കൂടപ്പിറപ്പ് അവർക്ക് കയ്യബദ്ധം പറ്റിയതാ, ഒരു തല്ല് കൊടുക്കാൻ അവനെ പേടിപ്പിക്കാൻ തല്ലിയതാ, പക്ഷെ മർമ്മത്തായിപ്പോയി, വീണുപോയി, ക്ഷമിക്കണം, കാലെ പിടിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവനല്ല ചോദ്യം, ഞാൻ കാവൽക്കാരനാണോ? പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ഇന്നും മറുതലിക്കുകയാണ്, അകന്നുപോയിട്ടും മറുതലിക്കുകയാണ്. മടങ്ങി വരാൻ സാധിക്കുമോ? എൻ്റെ വാക്ക് നിർത്തുകയാണ്. നമുക്ക് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ? ക്രിസ്തു കാട്ടിയ വഴിച്ചാലോടെ സഞ്ചരിക്കാൻ സാധിക്കുമോ? ഈ സന്ധിയിൽ നമ്മുടെ ചിന്ത നല്ലതിൽ കൊണ്ടുവരും. മടങ്ങി വരാൻ സാധിക്കണം. യോനാ മടങ്ങി വന്നതുപോലെ, നിനിവേലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുപോലെ, കണ്ണുനീരോടെ സത്യാനുതാപത്തോടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അയ്യം വിളിച്ചെങ്കിൽ അവനെ മടക്കി വരുത്തിയ ദൈവം എന്നെയും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരും. അവൻ വാക്കുമാറാത്തവനാ, വിശ്വസ്തനാ. നീ അവനെ തള്ളിക്കളഞ്ഞാൽ അവൻ തള്ളിക്കളയാത്തവനാ. എല്ലാം നശിപ്പിച്ചിട്ട് വന്നിട്ടും പറഞ്ഞു മകനെന്ന സ്ഥാനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാ. അപ്പൻ പറയുന്നൊരു വാക്കുണ്ട് 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 15:24, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാ പറഞ്ഞില്ലേ. എൻ്റെ ഈ മകൻ മരിച്ചവനാ. എന്നിട്ട് പറയാ ഇപ്പോഴവൻ ജീവിച്ചിരിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ വഴി ജീവന്റെ വഴിയാ, അകൽച്ചയുടെ വഴി മരണത്തിൻ്റെ വഴിയാ. ഞാനും നിങ്ങളും ഈ പെരുന്നാളിൽ അകൽച്ചയുടെ വഴിയിലാണോ, അനുരഞ്ജനത്തിൻ്റെ വഴിയിലാണോ? ചേർത്ത് നിർത്താം. നമുക്ക് ചേർത്ത് നിർത്താം. നല്ല ബന്ധങ്ങളെ ചേർത്ത് നിർത്താം. ദൈവത്തോട് ചേർന്ന് നിൽക്കാം, കൂടപ്പിറപ്പോട് ചേർന്ന് നിൽക്കാം, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ വഴിച്ചാലോടെ സഞ്ചരിക്കാനാ. വാക്ക് നിർത്തട്ടെ.